ഈ ഷോട്ട് ബോയ് ആ ബോൾ ഇങ്ങോട്ട് കയറി നോക്കിക്കാനല്ലേ പറഞ്ഞ, ആ ബോൾ ഇങ്ങോട്ടേക്ക് എറിയാനാ പറഞ്ഞേ. ഇവൻ ഇതെന്താ ചെവി കേട്ടൂടെ നിനക്ക്? ആ ബോൾ പോയി എടുത്തോണ്ട് വരും, നിനക്ക് ചെവി കേൾക്കൂലെന്ന് തോന്നുന്നുണ്ട്. പറ്റൂല മോനെ, ആരാണോ അടിച്ച് അവര് പോയി എടുത്തോണ്ട് വരണം. അതെ, ആ ബോൾ താ. ആദ്യം താൻ സോറി പറ. ഓ, അപ്പൊ തനിക്ക് ചെവി കേൾക്കാം, എന്നാ പിന്നെ ആ ബോൾ അങ്ങ് തന്നാ പോരെ? എനിക്കെന്തോട് ചെവി കേട്ടൂടെ സോറി പറയാൻ? ഞാൻ എന്തിനു സോറി പറയണം? തന്റെ ബോളല്ലേ. ഇനി എനിക്കെന്തോട് കണ്ണ് കണ്ടൂടെ? ഈ ബോൾ അടിക്കുമ്പോ നോക്കി ചെയ്തൂടെ? നീ ഇത്ര ചൂടാവേണ്ട ആവശ്യം എന്താ? നിന്റെ മേത്തക്കൊന്നും പറ്റിയില്ലല്ലോ. തന്റെ ഒരു ഒലക്ക ബോള് കാരണം എന്റെ പെയിന്റിങ് കേടെടുത്തിട്ട് കാരണം ഡയലോഗ് അടിക്കുക. എന്നെ പറ്റി എന്ത് വേണമെങ്കിലും പറഞ്ഞു, പക്ഷെ എന്റെ ബോളിനെ പറ്റി പറഞ്ഞോ. താൻ ആകെ ഒരു അടുക്കാക്കൂട്ടി അത്രല്ലേ ഉള്ളൂ, എന്നാ നാക്ക് തന്നെക്കാളും എളുപ്പമുണ്ടല്ലോ. താൻ വലിയ കുത്തപ്പിനാറായെന്ന് കരുതി എല്ലാവരും അത്ര ഹൈറ്റ് കാണുന്നുണ്ടോ? ഈ പറയുന്ന ആളെന്റെ കൈന്റെ അത്രല്ലേ ഉള്ളൂ, ഒന്ന് അടങ്ങ് കിട്ടോ, ഒരു പൊടിക്കൊന്ന് അടങ്ങും. താനും തന്റെ ഒരു ചക്ക ബോളും. താൻ ഇത്ര ഹൈറ്റ് എന്ന് വെച്ചാൽ വലിയ ആളാവൊന്നും വേണ്ട. ഈ ലോകത്തുള്ള എല്ലാവരും തന്നെ അത്ര ഹൈറ്റ് ഒന്നും ഇല്ലല്ലോ. പിന്നെ മനുഷ്യനാകുമ്പോൾ കുറച്ച് ഹൈറ്റ് കുറഞ്ഞെന്ന് എനിക്ക് അത് വലിയ പ്രശ്നമൊന്നുമല്ല. നീ ഹൈറ്റ് ഇല്ലല്ലോ എന്താ, നിന്റെ നാക്കിന് വലുപ്പമുണ്ടല്ലോ, ഇതന്നെ ധാരാളം. താനൊക്കെ ഹൈറ്റ് വെച്ചിരുന്നെങ്കിൽ പിന്നെ എന്തായിരിക്കും അവസ്ഥ? എനിക്കിപ്പോ തന്നോട് അടി ഉണ്ടാക്കാൻ ഒരു പൂതിയില്ല, ഒന്ന് ആ ബോളും തരൂ. ആദ്യം താൻ സോറി പറയാം, എന്നിട്ട് ആലോചിക്കുക ബോൾ തരണോ വേണ്ടേന്ന്. ഓ, ഇവനെ കൊണ്ട് അതെ ബോളാകുമ്പോ തട്ടി മുട്ടി നോക്കി ഇരിക്കും. അതിന് വിചാരിച്ച് അതിനൊക്കെ സോറി പറയാൻ നിന്നാ പിന്നെ അതിന് മാത്രമല്ലേ സമയം ഉണ്ടാവുള്ളൂ. ഈ ബോൾ വെറുതെ വരില്ലല്ലോ, നീ തട്ടിയത് കൊണ്ടല്ലേ ഇങ്ങോട്ട് വന്നേ. താൻ സോറി പറയാതെ തരില്ല. ബോൾ എന്റെ കുഞ്ഞമ്മയുടെ മോളൊന്നും അല്ല, അത് ഇങ്ങോട്ട് വരുന്നത് എനിക്ക് എങ്ങനെ അറിയാം? ഞാൻ കിക്ക് ചെയ്തു, അത് ഇങ്ങോട്ട് വരുന്നു ഞാൻ വിചാരിച്ചോ? ഈ ബോളിന് ജീവനില്ല, ജീവൻ ഉണ്ടായിരുന്നെങ്കിൽ പറയണി നിന്റെ മേൽ വന്ന് ഇടിക്കരുത്. ഇങ്ങനെയുണ്ടോ മനുഷ്യമാരി? അടക്കാക്കുരു ആ ബോൾ തരുന്നുണ്ടോ നീ? തന്നോട് ഞാൻ പറഞ്ഞു എന്നെ അടക്കാക്കുരുന്ന് വിളിക്കല്ലേന്ന്. അടക്കാക്കുരുന്ന് പിന്നെ അടക്കാക്കുരു എന്നല്ലാതെ പിന്നെ കുത്തപ്പിനാർന്ന് വിളിക്കാൻ പറ്റുമോ? ഇത് തന്നെ ഞാൻ. നീ എന്നെ ഒന്നും ചെയ്യാൻ പോകുന്നില്ല കേട്ടോ അടക്കാക്കുരു. ഇന്നാ പിടിച്ചു തന്റെ ഒരു ബോള്. ഇത്ര പണിയുള്ളൂ ഈ അടക്കാക്കുരുവിന്റെ അടുത്ത് വാങ്ങാൻ. കുറെ നേരായി അവനും അവന്റെ ഒരു അടക്കാക്കുരു. ഇപ്പൊ സമാധാനമായി കാണുമല്ലേ കിട്ടേണ്ടി കിട്ടിയപ്പോ? അവത്ത് കുത്തല്ലടാ. അല്ല നിന്നെ തന്നെ അവനാരാ? അവനതിനു മുന്നേ ഇവിടെ കണ്ടിട്ടില്ലല്ലോ. അവൻ എന്തായാലും ജൂനിയർ ആവാൻ ചാൻസ് ഇല്ല. ഈ ബ്ലോക്കിലേക്ക് സീനിയേഴ്സിന് മാത്രമല്ലേ പ്രവേശനമുള്ളൂ. അപ്പൊ അവൻ ഇങ്ങോട്ട് കയറിയിട്ടുണ്ടെങ്കിൽ അവൻ എന്തായാലും സീനിയർ തന്നെ ആയിരിക്കും. ജൂനിയറോ സീനിയറോ എന്താന്ന് വെച്ചാൽ ആയിക്കോട്ടെ, പക്ഷെ എന്നെ തൊട്ടിട്ടുണ്ടെങ്കിൽ അത് ഞാൻ എന്തായാലും തിരിച്ചു കൊടുത്തിരിക്കും. നീ എന്ത് വരാൻ ലേറ്റ് ആയി? സാർ വന്നോ? ആ സാർ വന്നു. നിന്റെ പെയിന്റിംഗ് എന്തേ? എടാ എനിക്ക് പെയിന്റിംഗ് കംപ്ലീറ്റ് ചെയ്യാൻ കുറച്ചുകൂടി സമയം വേണം. എന്താണ് ഇപ്പൊ നീ ഇങ്ങനെ പറയുന്നേ? നീ കംപ്ലീറ്റ് ചെയ്തു പറഞ്ഞതുകൊണ്ടല്ലേ ഞാൻ സാറിനോട് പറഞ്ഞേ. പെയിന്റിംഗ് ഞാൻ കംപ്ലീറ്റ് ചെയ്തതാ, പക്ഷെ ഇപ്പൊ ചെറിയൊരു പ്രശ്നം ഉണ്ടായി. അപ്പം പെയിന്റിംഗ് ഇപ്പൊ കാണിക്കാൻ പറ്റിയ കോലത്തിലല്ല ഉള്ളത്. എടാ നീ സാറിനോടും ചോദിച്ചിട്ട് കുറച്ചുകൂടി സമയം ചോദിക്കോ ഇത് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്? സാറ് നല്ല തിരക്കുള്ള ആളായതുകൊണ്ട് ഇങ്ങനെ ഒരു ചാൻസ് കിട്ടുമെന്ന് അറിയില്ല, പക്ഷെ എന്നാലും നമുക്ക് ചോദിച്ചു നോക്കാം. സാർ എന്തായാലും ഒരു 1 വീക്ക് സമയം തന്നാണ്, ഇതിൻ്റെ ഇടയിൽ എങ്ങനെയെങ്കിലും കംപ്ലീറ്റ് ആക്കാൻ നോക്കാം. എത്ര ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്ത പെയിന്റിംഗ് ആയത്? ഇതെങ്ങനെ പെട്ടെന്ന് വരയ്ക്കുക? നമ്മൾ പെയിന്റിംഗ് കംപ്ലീറ്റ് ആക്കാനെന്ന് പറഞ്ഞാൽ ഇത്രയെങ്കിലും സമയം കിട്ടി. സാറിന് അറിയില്ലല്ലോ നമ്മൾ ഈ പെയിന്റിംഗ് ഫുള്ളായിട്ട് ഒന്നുകൂടെ ചെയ്യാൻ വേണ്ടിയിട്ടാണെന്നുള്ളത്. എടാ നിനക്ക് എന്നാലും സാറിനോട് കാര്യം പറഞ്ഞുകൂടായിരുന്നോ? നമുക്കിത് ഒന്നുകൂടെ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നീ പറയുന്നത് എനിക്ക് മനസ്സിലാവും. നീ എൻ്റെ സിറ്റുവേഷനും കൂടി മനസ്സിലാക്ക്. നമുക്ക് എന്തെങ്കിലും ചെയ്തിട്ട് നമുക്ക് ഇങ്ങനെയും കംപ്ലീറ്റ് ആക്കാൻ നോക്കാം. അതുപോലെ നിന്നെ കൊണ്ട് പറ്റുന്നത്ര കംപ്ലീറ്റ് ആക്ക്. എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ കുറച്ചുകൂടി സമയം ചോദിക്കാം. എല്ലാ കോമ്പറ്റീഷൻ ഒരു 1 മന്ത് സമയം കൂടി ഇല്ലേ, അതിൻ്റെ ഇടയിൽ നമുക്ക് എങ്ങനെയും കംപ്ലീറ്റ് ആക്കാൻ നോക്കാം. നീ വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും ചിന്തിക്കാൻ നിൽക്കണ്ട. ഈ സമയം കൊണ്ട് നീ എങ്ങനെയെങ്കിലും ഇത് കംപ്ലീറ്റ് ആക്കാൻ നോക്ക്. വിക്കി, നിന്റെ പെയിന്റിംഗ് എന്തായി? കംപ്ലീറ്റ് ആയോ? അത് കംപ്ലീറ്റ് ആയി. ഞാനത് പറയാനാ വന്നേ. എന്നാവാ നമുക്ക് ഇന്ന് തന്നെ സാറെ പോയി കാണിക്കാതെ. എന്നാ നീ ഇവിടെ നിൽക്ക്, ഞാൻ ആ പെയിന്റിംഗ് എടുത്തിട്ട് വരാം. അത് വേണ്ട, ഞാനും നിന്റെ കൂടെ വരാം. അയ്യോ, ഈ പെയിന്റിംഗ് ആണ് നശിപ്പിച്ചേ. എനിക്ക് ഉറപ്പായി ഇതാ സീനിയേഴ്സിന്റെ പണി തന്നെ ആയിരിക്കും. അപ്പൊ നീ അത് പ്രശ്നം ഉണ്ടായിന്ന് പറഞ്ഞ സീനിയേഴ്സും ആയിട്ടായിരുന്നു? ഇത് സീനിയേഴ്സ് ആണ് ചെയ്തെങ്കിൽ ഇതിനുള്ള പരിഹാരം എന്താന്ന് എനിക്കറിയാം. നീ വാ. ആ ഇരിക്കുന്ന സീനിയേഴ്സിൽ ആരെങ്കിലും ആണോ നോക്ക്. അല്ല, ആ ഗ്രൗണ്ടിലുള്ളവരാ. ഏത്? ആ ബാസ്കറ്റ് ബോൾ കളിക്കുന്നവരോ? അലക്സേട്ടോ ഒന്നിങ്ങോട്ട് വന്നേ. ആരിത്? നീ എന്താ ഇവിടെ? അല്ല, നിന്റെ ബാക്കി പടയാളികളൊക്കെ ഇവിടെ പോയി? ഇപ്പം വരാന്ന് പറഞ്ഞു ഉടുക്കോ പോയതാ. നീ എന്താടി ഇവിടെ? നിനക്ക് ക്ലാസ് ഒന്നുമില്ല? ഞാനേ ഒരാൾക്ക് ഇച്ചയെ കാണിച്ചു കൊടുക്കാൻ വേണ്ടി വന്നതാ. എന്നെയോ? ആർക്ക്? ഇവനെന്താ ഇവിടെ? ഇച്ചയ്ക്ക് ഇയാളറിയോ? കുറച്ചു ദിവസം മുന്നേ ഗ്രൗണ്ട് വെച്ച് കണ്ടി. ഇച്ച ഇപ്പൊ എവിടെ പോയി വരിക? ഞാൻ ക്യാൻറ്റീൻക്ക്. എന്തേ? ഇച്ച ആ ക്യാൻറ്റീനിൽ പോണ ഈ ഡ്രോയിങ് റൂമിൽ കയറിയിരുന്നോ? ഞാൻ അങ്ങോട്ട് പോയ കാര്യം ഇവളെങ്ങനെ അറിഞ്ഞു? ഇല്ലല്ലോ, ഞാൻ ക്യാൻറ്റീൻക്ക് മാത്രമേ പോയുള്ളൂ. അല്ല അതിന് നമ്മൾ ക്യാൻറ്റീൻക്ക് പോയില്ലല്ലോ, നമ്മൾ ഡ്രോയിങ് റൂമിക്കല്ലേ പോയി. നിങ്ങൾ എന്തിനാ ഡ്രോയിങ് റൂമിക്ക് പോയി? അത് ഇവനെ ഏതോ പെയിന്റിങ് കാണണമെന്ന് പറഞ്ഞു, അതിനു വേണ്ടി. ഞാനിപ്പഴാ ഓർത്തേ, ഞങ്ങളുടെ ഒരു ഫ്രണ്ടിന്റെ പെയിന്റിങ് കാണാൻ വേണ്ടി അങ്ങോട്ട് വന്നി. അക്കാന്ന് ഉരുണ്ട് കളിക്കാതെ കാര്യം പറയും. എന്തിനാ നിങ്ങൾ ഡ്രോയിങ് റൂമിക്ക് പോയി? ഞാൻ വെറുതെ അവിടെ ഡ്രോയിങ് ഒക്കെ കാണാൻ വേണ്ടി. ഇച്ച അങ്ങോട്ട് പോയത് ഏതോ ഫ്രണ്ടിനെ കാണാൻ വേണ്ടി എന്നല്ല പറഞ്ഞേ. ഏത് ഫ്രണ്ട് കാണാൻ വേണ്ടി വന്നേ? അതൊക്കെ അറിയാത്തൊരു ഫ്രണ്ടാ. ഇച്ചാളുടെ പേര് പറ, അറിയൂല്ലേ നോക്കട്ടെ. പെട്ടല്ലോ, ആരെ പേരൊക്കെ പറയാ. എടാ ഏതെങ്കിലും ഒരു പേര് പറഞ്ഞോണ്ടാ. എടാ നമ്മുടെ കോളേജിൽ ഏതോ ഒരു ചെക്കൻ ഉണ്ട്, എന്താ പേര് വിക്കിയോ? അവൻ നന്നായിട്ട് വരയ്ക്കുന്ന കേട്ടണ്. തൽക്കാലം അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. അവന്റെ പേര് കിട്ടി, അവന്റെ പേരെന്താ വിക്കി. ഇവന്റെ നോട്ടം കണ്ടാ തോന്നുന്നു ഇവന്റെ പേരെങ്ങാനാണ് ഞാൻ പറഞ്ഞത്. ഇച്ചക്ക് നല്ല നോളജ് ആണല്ലോ ഈ കോളേജിലെ പെയിന്റേഴ്സിനെ കുറിച്ച്. കാലം മാറല്ലേ, അതിനനുസരിച്ച് ഇപ്പൊ നമ്മള് മുന്നോട്ട് പോയല്ലേ പറ്റൂ.
എന്നിട്ട് ഇച്ച ആ പെയിന്ററെ കണ്ടോ? കണ്ടു എന്നെങ്ങാനും പറഞ്ഞാൽ വേറെ എന്തെങ്കിലും ചോദിച്ചാലോ? തൽക്കാലം കണ്ടില്ല എന്ന് പറയാം. ഞാൻ കണ്ടില്ല, ഞാൻ അവിടെ പോയപ്പോ ആളവിടെ ഇല്ലായിരുന്നു. ഇച്ച ഇവരാണ് മനസ്സിലായോ? ഇല്ല. ഇച്ച ഒന്നുകൂടെ ഒന്ന് ആലോചിച്ച് നോക്ക്. ഇച്ചക്ക് നല്ല പരിചയമുള്ള ആളാ. ഒരു ഐഡിയ ഇല്ല. ഇതാരാ? ഇതാരാന്നറിയോ? ഇച്ച കുറച്ചു മുന്നേ പറഞ്ഞ പെയിന്റർ ഇല്ലേ, അവനായത്. ഈ പറഞ്ഞ പെയിന്ററെ കണ്ടിട്ട് പോലും ഇല്ലാതെ വെറുതെ അതോ പേര് വിളിച്ചു പറഞ്ഞതല്ലേ. ഇച്ച അങ്ങോട്ട് പോയിട്ടുണ്ട് എന്നും ആ പെയിന്റിങ് തൊട്ടിട്ടുണ്ടെന്നുള്ള കാര്യം ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. ആരാ പറഞ്ഞ? ഞാൻ ആദ്യം പെയിന്റിങ് തൊട്ടിട്ടില്ല. ഓ, അപ്പൊ ഇച്ചയുടെ കയ്യിലുള്ള ആ പെയിന്റ് അത് താനേ ആയതാ? അല്ലെ പെയിന്റിങ് കൂടെ നടന്നു വന്നതാ? കിടന്ന് ഉരുണ്ട് കളിക്കുന്ന സമയം കൊണ്ട് ആ കയ്യിലുള്ള പെയിന്റിങ് നോക്കിയിട്ട് പറ ചെയ്തിട്ടില്ലാന്ന്. ഇച്ച അങ്ങോട്ട് പോയിട്ടുണ്ടെന്ന് ഞങ്ങൾക്ക് അറിയാം. ആ പെയിന്റിങ്ങിന് പകരം ഞങ്ങൾ പുതിയ ഒന്ന് വരച്ചു തന്നേ പറ്റൂ. വിക്കി, നീ പൊക്കോ, ഈ പെയിന്റിങ്ങിന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. അതെ, എന്റെ ഭാഗത്ത് തെറ്റൊന്നുമില്ല. അവൻ എന്നെ തല്ലിയതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തേ. ഒരാളെ കളിയാക്കുന്നതിന് ലിമിറ്റ് ഒക്കെ ഉണ്ട്. അത്രയും കളിയാക്കിയതുകൊണ്ടാണ് അവൻ തല്ലിയത്. അല്ലാതെ ഇച്ചനോട് പ്രത്യേകിച്ച് ദേഷ്യം ഉണ്ടായിട്ടൊന്നുമല്ല. ഇച്ച അതിന്റെ പ്രതികാരം വീട്ടാൻ വേണ്ടി അവൻ എത്രയോ കഷ്ടപ്പെട്ട് വരച്ച പെയിന്റിങ് എന്ന് നശിപ്പിച്ചേ. ദൈവം എല്ലാവർക്കും എല്ലാം കൊടുക്കണം എന്നില്ല. അത് വിചാരിച്ച് ഉള്ളവനെ ഇല്ലാത്തവനെ കളിയാക്കേണ്ട ആവശ്യവും ഇല്ല. എല്ലാ മനുഷ്യരും എല്ലാം തേഞ്ഞിട്ടല്ലല്ലോ ഈ ലോകത്തേക്ക് ജനിച്ചു വീഴുന്നത്. ഇച്ചയ്ക്ക് ഇത് വെറും ഒരു നേരത്തെ തമാശയായിരിക്കും. പക്ഷെ ഇച്ച എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ ഇത് അവനെ എത്രത്തോളം വേദനിപ്പിച്ചിട്ടുണ്ടാവുന്നത്? ഞാനിത് വെറും കോമഡി ആയിട്ട് പറഞ്ഞൊരു കാര്യമാണ്, അല്ലാതെ ഞാൻ അവനെ ഹേർട്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞൊരു കാര്യമല്ല. ഇച്ചയ്ക്ക് ഇത് പറയാൻ എളുപ്പമാണ്, പക്ഷെ ഓപ്പോസിറ്റ് നിൽക്കുന്ന അവന്റെ സിറ്റുവേഷനും കൂടി നമ്മൾ മനസ്സിലാക്കണം. അവന്റെ എത്രയോ നാളത്തെ കഷ്ടപ്പാടാണ് ആ പെയിന്റിങ്. അതാണ് നിങ്ങളൊരു നേരത്തെ ദേഷ്യത്തിന് വേണ്ടി കേടുവരുത്തിയത്. ഇതിന് പകരമായിട്ട് ഞാൻ ആ പെയിന്റിങ് വരച്ചു കൊടുക്കാം. വിചാരിക്കുന്നത് പോലെ ഇത് അത്ര എളുപ്പമൊന്നുള്ള കാര്യമല്ല. അത് കുഴപ്പമില്ല, കുറച്ച് പണിയുണ്ടെങ്കിലും അത് ഞാൻ ചെയ്തോളാം. വേറൊരു പ്രശ്നമുണ്ട്. ആ പെയിന്റിങ് കോളേജിലാണല്ലേ. ഇനിയിപ്പോൾ അത് വരയ്ക്കണം എന്നുണ്ടെങ്കിൽ അത് പോയി എടുത്തു കൊണ്ടുവരേണ്ടി വരും. ഈ പ്രശ്നം ഞാനായിട്ട് തുടങ്ങി വെച്ചതല്ലേ, ഇത് ഞാൻ തന്നെ അവസാനിപ്പിച്ചോളാം. ഇച്ച കോളേജിൽ പോയി എടുക്കുകയാണെങ്കിൽ ഡ്രോയിങ് റൂമിന്റെ കീ എന്റെ കയ്യിലുണ്ട്, അത് ഞാൻ തരാം. പതുക്കെ വിക്കി, നീ ഫുഡ് കഴിക്കുന്നില്ലേ? ഓ, ഒന്ന് ഇമോഷണൽ ആയി വന്നേ, അതിന്റെ ഫ്ലോ അങ്ങ് പോക്കി. നീ വരുന്നുണ്ടോ? ഞാനിപ്പോ വരാം. ഈ പെയിന്റിങ് 2 ദിവസത്തിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യണേ. 2 ദിവസോ? 2 ദിവസം, 2 days കിട്ടില്ല. അതല്ല, ഇത്രയും വലിയ പെയിന്റിങ് അത്ര കുറഞ്ഞ സമയം കൊണ്ട് വരയ്ക്കുക. അതല്ലേ ഞാൻ ആദ്യമേ പറഞ്ഞത്, അത് വരയ്ക്കാൻ കുറച്ച് പണിയാണെന്ന്. അപ്പൊ നീ തന്നെയല്ലേ ചെയ്തോളാം എന്ന് പറഞ്ഞേ, എന്നാ ചെയ്തോ. ഞാൻ ഇത്രയും വലിയ പണിയായിരിക്കും വിചാരിച്ചില്ല. എന്തായാലും ചോദിച്ചു വാങ്ങിയതല്ലേ, ചെയ്യാം. നീ ഫ്രീ ആണോ? ക്ലാസ് കഴിഞ്ഞിട്ട് ഞാൻ ഫ്രീയാ. എന്തേ? നിന്റെ ആ പെയിന്റിങ് നമുക്ക് കംപ്ലീറ്റ് ആക്കണ്ടേ? ഞാൻ ഇല്ലടാ പ്രോഗ്രാമിന്. അത് ഇനി വരച്ചാൽ റെഡി ആവുമെന്ന് എനിക്കറിയില്ല. ഇപ്പൊ എത്രാമത്തെ തവണയാ? അതെ, നിന്റെ പെയിന്റിങ് ഓൾറെഡി സെറ്റ് ആണ്. നിന്റെ പേര് ഞാൻ ഓൾറെഡി രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്ന് പറയാൻ വേണ്ടി നിന്നെ വിളിപ്പിച്ചേ. ഒന്ന് പോടി, വെറുതെ തള്ളാതെ. തള്ളൊന്നുമല്ല, ഞാൻ കാര്യമായിട്ട് പറഞ്ഞു. നിനക്ക് ആ പെയിന്റിങ് കാണണമെന്നുണ്ടെങ്കിൽ ക്ലാസ് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വാ. എന്നാ ശരി, നമുക്ക് ക്ലാസ് കഴിഞ്ഞിട്ട് കാണാം. ഓ, ഈ പെയിന്റിംഗ് ആരെങ്ങനെ വരച്ചേ? എങ്ങനെയുണ്ട്, ഇഷ്ടായോ? ഇത്രയും കുറഞ്ഞ സമയം കൊണ്ട് ഇതാരാ വരച്ചേ? ഇത് വരച്ചത് എന്റെ ബ്രദറാ. നാളെ പ്രോഗ്രാമിന് ഞാൻ പോകുന്നില്ല. ഇത് ഞാൻ വരച്ച പെയിന്റിംഗ് അല്ലല്ലോ. ഇതിപ്പം വരച്ചത് നീ അല്ലാതായിട്ടുള്ളൂ. ഇത് നിന്റെ പെയിന്റിങ് തന്നെയാ. പിന്നെ ഇവൻ കേടുവരുത്തതിന് പ്രായച്ചിതായിട്ട് ഇവൻ തന്നെ വരച്ചു തന്നു, അത്രേ ഉള്ളൂ. നീ വേറെ ഒന്നും ചിന്തിക്കണം. നാളെ ഈ പെയിന്റിംഗ് കൊണ്ട് നീ പ്രോഗ്രാമിന് പങ്കെടുക്കുന്നു. നീ അപ്പം നാളെ പ്രോഗ്രാമിന് വരില്ല? എന്തായാലും വരും, അതിന്റെ കുറച്ച് കാര്യങ്ങൾ റെഡിയാക്കാനുണ്ട്. ഹലോ സീനിയർ, പേരെന്താ? എന്റെ പേരാണോ? നീ എല്ലാത്തിനും പിന്നെ ഇവിടെ ആരാളെ? സോറി, ഐ ആം ജിമ്മി. ഐ ആം വിക്കി. സോ നമുക്ക് ഫ്രണ്ട്സ് ആവാം. പിന്നെന്താ? എന്നാലും പരിചയപ്പെട്ട സ്ഥിതിക്ക് ഇനിയിപ്പോൾ ഞാനായിട്ടൊന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ. വിക്കി, നീ എന്തായാലും ഫുഡ് കഴിച്ചിട്ട് പോയാൽ മതിയേ. അയ്യോ വേണ്ട, എനിക്ക് പോകാൻ സമയമായി. അതൊന്നും പറഞ്ഞാൽ പറ്റില്ല. നീ ആദ്യമായിട്ടല്ല ഞങ്ങളെ വീട്ടിലോട്ട് വരുന്നത്. ഫുഡ് കഴിച്ചിട്ട് പോയാൽ മതി. അതെന്തായാലും പിന്നെ ഒരു ദിവസം ആവാം. എനിക്കിപ്പോൾ ഒരു ബസ് ഉണ്ട്, ഇപ്പോൾ പോയാലേ അത് കിട്ടുള്ളൂ. നിന്നെ വീട്ടിൽ കയറ്റനാക്കി തന്നോളും. പിന്നെ നീ ഇന്ന് ഞങ്ങളെ വീട്ടിലെ ഗസ്റ്റാ. നീ എന്തായാലും ഇവിടുന്ന് ഫുഡ് കഴിച്ചിട്ട് പോയാൽ മതി. വിക്കി, നീ ഇവിടെ ഇരിക്കും, ഞാൻ ഫുഡ് എടുത്തിട്ട് വരാം. വിക്കി, ഞാൻ അനുഭവം കൊണ്ട് പറയാണ്, ഇവള് ഫുഡ് വായി വെക്കാൻ പറ്റില്ല. അപ്പയും അമ്മയും വരുന്നത് വരെ എനിക്ക് ഇവിടെ സഹിച്ചേ പറ്റും. ഓ, പിന്നെ പറയുന്ന ആളുടെ ഫുഡ് പോലെ 5 സ്റ്റാർ ഫുഡാണല്ലോ. വിക്കി, നീ കേൾക്കണം. ഇങ്ങേരൊരു തവണ ഫുഡ് ഉണ്ടാക്കി. അന്നത്തെ ഫുഡ് കഴിച്ചിട്ട് ഞാൻ എത്ര ദിവസം ഹോസ്പിറ്റലിൽ കിടന്നതെന്നറിയോ? അതിനേക്കാൾ എന്തായാലും എൻ്റെ ഫുഡ് വെച്ചുണ്ട്. എൻ്റെ ഫുഡ് കഴിച്ചിട്ട് ആരും ഹോസ്പിറ്റലിലൊന്നും പോയിട്ടില്ല. കൂടിയ കക്കൂസ് അതൊക്കെ എല്ലാവർക്കും വെച്ചതാ. എനിക്ക് എന്തായാലും ഒന്ന് ഫുഡ് വേണ്ട. പിന്നെ ഞാൻ ഇറങ്ങുക, ബസ് മിസ്സാവും. കാരണം എനിക്ക് അവന് ഫുഡ് കൊടുക്കാൻ പറ്റിയില്ല. അവനെങ്കിലും ഈ കക്കൂസ് ചെയ്തെടുത്ത് രക്ഷപ്പെട്ടോട്ടെ. നീ ഇതുവരെ പോയില്ലേ? പോകാനതിന് ഓൻ വരണ്ടേ? ആര്? കെവിനോ? അല്ലാതെ പിന്നെ ആരാ? എത്ര നേരം കൊണ്ട് വെയിറ്റ് ചെയ്യാന്നറിയോ? ഇത്രയും നേരം ഇവിടെ തന്നെ ഉണ്ടായിരുന്നല്ലോ. ഓൻ ഇവിടെ പോയി? അതാ ഞാൻ നോക്കുന്നേ. അവൻ ഇവിടെ ഉണ്ടാവും പറഞ്ഞതാ, പക്ഷെ ഇവിടെ കാണുന്നില്ല. ചിലപ്പം പോയി കാണും, ഇത്രയും ലേറ്റ് ആയില്ലേ. വീട്ടിൽ പോകാൻ ചാൻസ് ഇല്ല. ഇന്ന് എന്തായാലും എന്റെ കൂടെ ഹോസ്റ്റലിലോട്ട് വരുമെന്ന് പറഞ്ഞതാ. പിന്നെ അവനിത് ഇവിടെ പോയതാ ഞാൻ നോക്കുന്നേ. നീ എന്നാലും അവനെ വിളിച്ചു നോക്ക്. കൊറേ നേരം കൊണ്ട് ഞാൻ വിളിക്കുന്നുണ്ട്, ബട്ട് എടുക്കുന്നില്ല. അല്ലടാ, വിക്കി പോയോ? ഇല്ലടാ, പെയിന്റിംഗ് റൂമിലോട്ട് പോയതാ. എന്തോ എടുക്കാനുണ്ടെന്ന് പറഞ്ഞു. നീ ഇത് പറഞ്ഞപ്പോ ഞാൻ ഓർത്തേ, കെവിൻ കുറച്ചു മുന്നേ എന്നെ വിളിച്ചായിരുന്നു. ഞാൻ ഫോൺ എടുത്തു, ബട്ട് റെസ്പോൺസ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഓ, അവൻ പുതിയ എന്തെങ്കിലും പ്രാങ്ക് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ അവൻ പോയി കാണില്ല, എവിടെയെങ്കിലും ഉണ്ടാവും. പിന്നെ നിന്റെ കൂടെ വരാന്ന് പറഞ്ഞതല്ലേ, എന്തായാലും ഇവിടെ കാണും. നീ ഒന്നുകൂടെ നോക്കി നോക്ക്. അവനെയും തിരഞ്ഞ് ഈ കോളേജിൽ ഇനി പോവാൻ ആകെ ഒരു സ്ഥലമേ ഉള്ളൂ, അത് ഡ്രോയിങ് റൂം മാത്രം. അങ്ങോട്ടും കൂടി ഒന്ന് പോയി നോക്കാം. അങ്ങോട്ടാണെങ്കിൽ ഞാനും വരാം.
നീ ഒരു പെണ്ണ് കരയുന്ന ശബ്ദം കേട്ടോ? ആടാ ഞാൻ കേട്ടു, അതാ പെയിന്റിംഗ് റൂമിന്റെ അടുത്തുനിന്നല്ലേ? എടാ എന്തോ പ്രശ്നമുണ്ട്, വാ നമുക്കൊന്ന് പോയി നോക്കാം. ഒരു പണി ഇല്ല, മതിയൊക്കെ ചെയ്തൂടെ? അവിടെ പോയി പിടിക്കാൻ നോക്ക്. സർ അത് അവളല്ല, വേറെ ആരോ ആണ്. അതാരാണെങ്കിലും പോയി പിടിക്കാൻ നോക്ക്. 5 മിനിറ്റിനുള്ളിൽ അവൾ എന്റെ മുന്നിൽ എത്തിയിരിക്കണം. കെവിനേടാ കണ്ണു തുറക്ക്. അലക്സേടാ, നീ കെവിനെ കൊണ്ട് ഹോസ്പിറ്റലിൽ വെക്കോ, ഇവരെ കാര്യം ഞാൻ നോക്കിക്കോളാം. അയ്യോ സർ, ഇതാ പോലീസ് വരുന്ന. നിക്കടാ അവിടെ. നീ ഇതെങ്ങോട്ടാ? നീ എന്താ കരുതി ഞങ്ങളുടെ സ്ഥലത്ത് നിന്ന് ഞങ്ങളെ തല്ലിയാ നിനക്കങ്ങ് രക്ഷപ്പെട്ടു പോവാന്നോ? നീ എന്റെ മേൽ കൈ വെച്ചിട്ടുണ്ടെങ്കിൽ നീ ഇവിടുന്ന് പോണോ വേണ്ടെന്ന് ഞാൻ തീരുമാനിക്കും. എല്ലാത്തിനെയും വിട്ട് ജീപ്പ് കയറ്റടാ. നീയാണോ ഇവിടെ ആദ്യം കണ്ടേ? അതെ സർ. നിന്റെ കൂട്ടുകാരനല്ലേ പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിച്ച്? എന്തായാലും ഞങ്ങൾ വിളിക്കുന്ന സമയത്ത് 2 പേരും പോലീസ് സ്റ്റേഷനിൽ ഒന്ന് ഹാജരാകണം. ഓക്കെ? വിക്കി വിക്കി ഇവനത് എവിടെ പോയി? ഡോക്ടർ എന്താ പറഞ്ഞേ? കറക്റ്റ് ടൈമിൽ എത്തിച്ചതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല, പിന്നെ ബ്ലഡ് അധികം പോയതുകൊണ്ട് ബോധം വരാൻ കുറച്ച് സമയം എടുക്കുമെന്ന് പറഞ്ഞു. ഈ വന്ന് ഇവരാരാന്നുള്ള എന്തെങ്കിലും ഇൻഫോർമേഷൻസ് കിട്ടിയോ? ഇല്ല, അതിനെ കുറിച്ച് പോലീസ് അന്വേഷിച്ചോണ്ടിരിക്കുക. നീ വിക്കിയുടെ വീട്ടിൽ വിളിച്ചു ചോദിച്ചോ അവനോട് എത്തിയണോന്നുള്ളത്? ഇല്ലടാ, അവൻ കോളേജിൽ നിന്ന് പോയിട്ടില്ലല്ലോ, പിന്നെ എങ്ങനെ അവൻ വീട്ടിലെത്തുക? നിനക്ക് ഉറപ്പാണോ അവൻ വീട്ടിലോട്ട് പോയിട്ടില്ലാന്ന്? ആടാ, എനിക്ക് ഉറപ്പാ. അവൻ എന്തായാലും വീട്ടിൽ പോയിട്ടില്ല. വീട്ടിൽ പോവാതെ പിന്നെ അവൻ എവിടെ പോവാനാ? അവൻ എവിടെ പോയെന്നൊരു പിടുത്തവും ഇല്ല. എന്തായാലും പോലീസിന്റെ അടുത്തൊരു മിസ്സിംഗ് കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട്. ഈ കേസിനെ കുറിച്ച് പോലീസുകാരെ എന്ത് അന്വേഷിച്ചിട്ടും കാര്യമില്ല, ഒരു തുമ്പ് പോലും അവരുണ്ടാക്കാൻ പോകുന്നില്ല. നീ എന്താടാ ഇങ്ങനെ പറയുന്നേ? നീ കരുതുന്ന പോലെ അവരത്ര ചെറിയ ആൾക്കാരൊന്നുമല്ല. പിന്നെ ഇത് പോലീസുകാരുടെ കയ്യിൽ കൊടുക്കും തോറും നമുക്ക് പ്രശ്നമാവുക. ഇപ്പം തന്നെ കെവിന്റെ പേരിലാ കേസ് വന്ന്, അവൻ ഡ്രഗ്സ് ഉപയോഗിക്കുന്ന ആളാന്ന് പറഞ്ഞിട്ട്. അവന്റെ ബോഡിയിൽ നിന്ന് ഡ്രഗ്സ് കണ്ടന്റ് കിട്ടിയെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഇപ്പം അവന്റെ പേരിൽ കേസായത്. എനിക്ക് ഉറപ്പാ കെവിൻ ഡ്രഗ്സ് യൂസ് ചെയ്യാറില്ല. ഇതെന്തായാലും അവന്മാരുടെ പണി തന്നെ ആയിരിക്കും. ഓഹോ, കാര്യങ്ങൾ അത്ര വരെയായോ? എന്നാ പിന്നെ നമ്മൾ കളത്തിലിറങ്ങിയല്ലേ പറ്റൂ. ഇതിന്റെ പിന്നിൽ എന്തായാലും ഐഷാൻ ഇല്ലാണ്ടിരിക്കില്ല. ഇത്രയും നാൾ അവനക്ക് സമയം കൊടുത്തത് തന്നെ നമ്മൾ ചെയ്ത് തെറ്റാ. പിന്നെ കെവിന്റെ മേൽ കൈവച്ച സ്ഥിതിക്ക് അവനെ ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല. അവന്റെ ഒരു വിചാരമുണ്ട് അവനക്ക് പൈസ ഉണ്ടായ എന്തും ചെയ്യാന്ന്. പിന്നെ എന്തിനാ നമ്മളൊക്കെ CBI ചെയ്യാൻ നിൽക്കുന്നത്? പിന്നെ ഇങ്ങനത്തെ ഒരു അവസരത്തിന് വേണ്ടി എത്ര നാളായി കാത്തിരിക്കുന്നത്. ഇപ്പൊ അവനക്ക് വേണ്ടിയിട്ട് തെളിവുകളൊക്കെ നമ്മുടെ കയ്യിലുണ്ട്. ഇനി അവനെ പിടിച്ചാൽ മാത്രം മതി. നിന്റെ പ്ലാൻ എന്താ? നീ എന്താ ചെയ്യാൻ പോകുന്നേ? അവനിപ്പോ എവിടെ ഉണ്ട് എന്നുള്ളൊരു ചെറിയൊരു ഹിന്റ് കിട്ടി. സോ അത് കറക്റ്റ് ആണോ ഇല്ലെന്ന് അത് ചെക്ക് ചെയ്യണം. അവനക്ക് എന്തായാലും സ്വന്തമായിട്ട് ഒരു ഓവർ കോൺഫിഡൻസ് ഇല്ലാണ്ടിരിക്കില്ല. കുറെ പ്രാവശ്യം മിസ്സായതല്ലേ. എന്തായാലും ഇപ്രാവശ്യം അവൻ മിസ്സാകാൻ പോകുന്നില്ല. അവൻ ഇപ്രാവശ്യം എന്തായാലും പിടിച്ചിരിക്കും. ഇന്നെന്തായാലും കോളേജിലോട്ട് വന്നത് അവനല്ല. കാരണം അവന്റെ സ്റ്റൈൽ അല്ലല്ലോ ആരെങ്കിലും ബാക്കി വെക്കുക എന്നുള്ളത്. സോ ഇത്രയും പേര് ജീവനോടെ നിൽക്കുന്നുണ്ടെങ്കിൽ എന്തായാലും അവനല്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. ഇന്ന് കോളേജിലോട്ട് വന്ന ആളും അത്ര ചെറിയ ആളല്ല എന്ന് മനസ്സിലായി. സോ നമ്മൾ അവനെയും കുറിച്ച് ഒന്ന് അന്വേഷിക്കുന്നത് നല്ലതായിരിക്കും. ഡോക്ടർ, ഇപ്പൊ കെവിൻ എങ്ങനെയുണ്ട്? കെവിനിപ്പം പ്രശ്നമൊന്നുമില്ല, ആൾ ഓക്കെയാണ്. പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ തന്നെ വീട്ടിലോട്ട് പോവാം. പിന്നെ അവൻ്റെ കൂടെ ഡ്രഗ് കണ്ടന്റ് കിട്ടിയതുകൊണ്ട് തന്നെ ചെറിയൊരു ടെസ്റ്റിന് കൊടുത്തിട്ടുണ്ട്. ആ ടെസ്റ്റ് റിസൾട്ട് വരുന്നത് വരെ നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യേണ്ടി വരും. ആ റിസൾട്ട് കിട്ടിയതിന് ശേഷം നിങ്ങൾക്ക് വീട്ടിൽ പോകാം കേട്ടോ. പിന്നെ നിങ്ങൾ ആ റിസൾട്ട് കിട്ടിയതിന് ശേഷം എന്നെ വന്നൊന്ന് കാണണേ. ഡോക്ടർ, റിസൾട്ട് കിട്ടി. കിട്ടിയോ? എന്നാ ടെസ്റ്റ് റിസൾട്ട് വേറെ പ്രശ്നമൊന്നുമില്ല. പിന്നെ തന്നെ ഞാൻ വിളിപ്പിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ആളെ ബോഡിയിൽ നിന്ന് കിട്ടിയ ഡ്രഗ്സ് ഒക്കെ നല്ല സ്ട്രോങ് ഡ്രഗ്സ് ആണ്. ഈ ഡ്രഗ്സ് സാധാരണ രീതിയിൽ ആരെങ്കിലും ബോഡിയിൽ എത്തിയിട്ടുണ്ടെങ്കിൽ മരണം ഉറപ്പാണ്. അത്രയും സ്ട്രോങ് ആണ്. പിന്നെ ആളെ ബോഡി വളരെ ചെറിയ അളവിലായിരുന്നു ഉണ്ടായത് എന്നതുകൊണ്ട് മാത്രമാണ് ആളിപ്പോൾ ജീവിച്ചിരിക്കുന്നത്. ആളെ ബോഡിയിൽ നിന്ന് സ്ട്രോങ് ഡ്രഗ്സ് ആണ് കിട്ടിയതുകൊണ്ട് തന്നെ ആളുടെ ബോഡിയിലുള്ള ബാക്കി ഓർഗൻസിനോ കാര്യങ്ങൾക്കോ എന്തെങ്കിലും പ്രശ്നമുണ്ടോ നോക്കാൻ വേണ്ടിയിട്ടാണ് ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞത്. നിലവിൽ വേറെ പ്രശ്നമൊന്നുമില്ല. കാരണം വളരെ ചെറിയ അളവിലല്ലായിരുന്നു ഉണ്ടായിരുന്നത്. ഞാനൊരു ടാബ്ലറ്റ് എഴുതി തരാം. ഈ ടാബ്ലറ്റ് ഒരാഴ്ച കൃത്യമായിട്ട് കൊടുക്കണം. നീ കെവിന്റെ ആരാന്നാ പറഞ്ഞേ? ഞാൻ കെവിന്റെ ഫ്രണ്ടാ. ഓ, ഫ്രണ്ട് ആയിരുന്നു. ഞാൻ കരുതി ബോയ് ഫ്രണ്ട് ആയിരിക്കുന്ന. സോറി കേട്ടോ. ഞാൻ താൻ ഇത്ര ഇമോഷണൽ ആയിട്ട് ആളെ കൊണ്ടുവന്ന സമയത്ത് ഭയങ്കര ഇമോഷണൽ ആയിരുന്നല്ലോ. പിന്നെ ആള് ബോധം വന്നത് മുതൽ തന്നെ കുറിച്ചാണ് ചോദിക്കുന്നത്. അപ്പം ഞാൻ കരുതി നിങ്ങൾ ബോയ് ഫ്രണ്ട്സ് ആയിരിക്കുന്നത്. സോറി കേട്ടോ, ഞാൻ വെറുതെ ആവശ്യമില്ലാണ്ട് ഒരു നാളെ ചോദിച്ചു. അത് പ്രശ്നമൊന്നുമില്ല മാം. സാധാരണ ഞങ്ങൾ കാണുമ്പോൾ എല്ലാവരും ചോദിക്കുന്ന കാര്യമാണ് ബോയ് ഫ്രണ്ട്സ് ആണോ എന്നുള്ളത്. സത്യം പറഞ്ഞാൽ നിങ്ങളെ കണ്ടാൽ ഇങ്ങനെ തോന്നും. അവർ ചോദിക്കുന്നതിന് തെറ്റ് പറയാൻ പറ്റില്ല. എനിക്ക് ബുദ്ധിമുട്ടില്ലേ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? യെസ് മാം, ചോദിച്ചോളൂ. നിങ്ങൾ ശരിക്കും ബോയ് ഫ്രണ്ട്സ് അല്ലേ? എന്തിനാ വെറുതെ എന്നോട് കളവ് പറയുന്നത്? അവൻ ഓൾറെഡി എന്നോട് പറഞ്ഞു നീ അവൻ്റെ ബോയ് ഫ്രണ്ടാന്നുള്ളത്. പിന്നെ ഞാനും കുറേ ഡ്രാമ ഒക്കെ കാണുന്നതാണ്. എനിക്കിതൊക്കെ കണ്ടാൽ മനസ്സിലാവും. ഓക്കെ, ഞാൻ പിന്നെ നീ പറയുമോ നോക്കാൻ വേണ്ടി വെറുതെ ചോദിച്ചതന്നേ ഉള്ളൂ. ഓ, സമയം എത്രയോ? എനിക്കൊരു സർജറിക്ക് പോകാനുണ്ടായിരുന്നു. തനിക്ക് വേണം അവനെ പോയി കാണാട്ടോ. ഓഹോ, കാക്കവിടെ ഉണർന്നിരിപ്പ് ഉണ്ടായിരുന്നോ? അല്ലടാ, നീ എന്തിനീ കാണുന്നവരോടൊക്കെ ഇങ്ങനെ പരത്തി നടക്കുന്നത്? ഞാൻ നിന്റെ ബോയ് ഫ്രണ്ടാന്നുള്ളേ. സത്യമല്ലേ? ഉള്ള കാര്യല്ലേ?
പിന്നെന്താ പറയുന്നത്? പൊന്നു മോനെ, ഇക്കാര്യം ഞാൻ നിന്റെ വീട്ടിലറിഞ്ഞാണ്ടാവുന്ന പ്രശ്നം നിനക്കറിയാലോ. പിന്നെ എന്തിനാണ് ഈ കാണുന്നവരോടൊക്കെ നീ പറഞ്ഞു നടക്കുന്നേ? അവരെന്ത് പറഞ്ഞാലും കിട്ടുകയാണെങ്കിൽ ഞാൻ നിന്നെ കിട്ടുള്ളൂ. പിന്നെ ഇപ്പൊ ആളുകൾ അറിയുന്നത് എന്താ പ്രശ്നം? എന്തായാലും ഒരു കാലത്തും അറിയണ്ടല്ലേ. എനിക്ക് കുറച്ചു കാലങ്ങളിൽ നിന്റെ കൂടെ ജീവിക്കണം എന്നുണ്ട്. അത് നീയായിട്ട് മുടക്കി തരാൻ നിൽക്കണ്ടേ. ആഹാ, കുറച്ചു കാലം. അപ്പൊ ബാക്കി കാലം നീ വേറെ ആൾ കൂടെ ജീവിക്കുവോ? അത് പറ്റൂല കേട്ടോ. നിനക്കപ്പൊ ആരും ഉണ്ടല്ലേ? അപ്പൊ നീ എന്നെ കുറച്ചു കാലത്തേക്ക് മാത്രമല്ലേ സ്നേഹിക്കുന്നേ? എടാ, എൻ്റെ ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് ലവ് ഈ മാത്രമാണ്. ഓക്കെ, ഞാൻ അതല്ല ഉദ്ദേശിച്ചത്. നിന്റെ വീട്ടുകാരറിഞ്ഞാൽ എന്നെ വെച്ചേക്കില്ല. എനിക്ക് കുറച്ച് കാലം എന്ന് വെച്ചാൽ എൻ്റെ ജീവിതകാലം മൊത്തം എനിക്ക് നിന്റെ കൂടെ ജീവിക്കണം എന്ന് ആഗ്രഹമുണ്ട്. ആ ആയുസ് നീയായിട്ട് കുറച്ച് തരണ്ട എന്നാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, അല്ലാതെ ഞാൻ വേറെ ആരെയും സ്നേഹിക്കുന്നില്ല. ഞാൻ നിന്നെ മാത്രമേ സ്നേഹിക്കുന്നുള്ളൂ. അങ്ങനെയാണ്, പ്രശ്നമില്ല. ജിമ്മി ഇതുവരെ വന്നില്ലല്ലോ. വന്നില്ല? അവന് പിന്നെ ഇവിടെ പോയി? കോളേജ് കഴിഞ്ഞിട്ട് കുറേ നേരമായല്ലോ. ചിലപ്പം പുതിയ എന്ത് കേസിൻ്റെ ആവശ്യത്തിനായിട്ട് ഓഫീസിൽ പോയതായിരിക്കും. അലക്സേടാ, നീ ഇറങ്ങിയോ? അലക്സേ, നമ്മൾ ഈ കേസിന് പിന്നാലെ പോകുന്ന തൽക്കാലം ആരും അറിയണ്ട. ഓക്കെ, അത് പറയാതിരിക്കുന്നതന്നെയാ നല്ലേ. അവർക്ക് ഇനി എവിടേക്കാ സ്പൈ ഉള്ളതെന്ന് പറയാൻ പറ്റില്ലല്ലോ. നീ ഇപ്പൊ ഇവിടെ ഉള്ളത്? ഞാൻ അവിടെ ഒന്ന് പിക്ക് ചെയ്യാം. വേണ്ടടാ, ഞാൻ ലൊക്കേഷനിൽ എത്തിക്കോളാം. ഓ, ഇതാണ് സ്ഥലം. വലിയ ഗോഡൗൺ ആണല്ലോ. നമുക്ക് രണ്ടുപേർക്കും രണ്ട് വഴിയിലൂടെ പോവാം. അതായിരിക്കും നല്ലത്. എന്നാ ഒരു കാര്യം ചെയ്യാം, നീ മുന്നിലൂടെ വെക്കോ, ഞാൻ പിന്നിലൂടെ വരാം. എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യാം, ഞാൻ അവരെ പോയി ഡിസ്ട്രാക്ട് ചെയ്യാം. ആ സമയം കൊണ്ട് നീ അവനെ കണ്ടുപിടിച്ചാൽ മതി. ഓക്കെ, അങ്ങനെ ചെയ്യാം. ബട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ അപ്പം തന്നെ വിവരം അറിയിക്കണം. ഓക്കെ? അവന്റെ മേലെങ്ങാണ് ഇനി തൊട്ടുണ്ടെങ്കിൽ നീ എന്ത് ചെയ്യും? അയ്യോ, നീ അവനെ തൊട്ടത് മാത്രമേ കണ്ടുള്ളൂ, വേറൊന്നും കണ്ടില്ല. ഞാൻ ഇവനെ തൊട്ടേ നിനക്ക് എന്താ പ്രശ്നം? ഇത് നിന്റെ അറിയിൽ കാണോ? ഇനിയിപ്പോൾ ആണുങ്ങൾ തന്നെ എനിക്ക് വേണ്ട രീതിയിലൊക്കെ ഞാൻ ഇവനെ യൂസ് ചെയ്ത് കഴിഞ്ഞു. ഇനി നീ ഇവനെ എന്താന്ന് വെച്ചാൽ ചെയ്തോ. ഇനി അതൊന്നും എൻ്റെ വിഷയത്തിൽ പെട്ടതല്ല. നീ എന്താ ചെയ്തേ? അവനെ ഷൂട്ട് ചെയ്തോ? നീ ഷൂട്ട് ചെയ്തു, ബട്ട് ചത്തിട്ടില്ല. ഇവന്റെ പോലത്തെ ആൾക്കാരൊക്കെ അവനെ നിയമത്തിന് മുന്നിൽ എത്തിച്ചാലേ പറ്റൂ. നമ്മുടെ ജോലി ഇതായി പോയില്ലേ. ഇവൻ ഇനി പുറം ലോകം കാണില്ല. അതിനു വേണ്ടി എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. പുറം ലോകം പോയിട്ട് ജീവിക്കാൻ പോലുള്ള അർഹത അവന്മാർക്കൊന്നുമില്ല. പിന്നെ നമ്മൾ കൊടുക്കുന്ന വേറൊരു ഔദാര്യം അവൻ്റെ ഒക്കെ ജീവിതം. അതെങ്ങനെയാ മുന്നോട്ട് കൊണ്ടുപോയിക്കണമെന്ന് നമുക്കറിയാം. നീ വിക്കിനെ കൊണ്ട് ഹോസ്റ്റലിൽ വെക്കോ. ഇവന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. ഡോക്ടർ, അവനിപ്പോ എങ്ങനെയുണ്ട്? ആളെ കുറിച്ചൊന്നും പറയാനായിട്ടില്ല. ഡോക്ടർ ഇപ്പൊ ചെക്ക് ചെയ്യുന്നേ ഉള്ളൂ. സൂര്യ, ആളുടെ റിസൾട്ട് വന്ന് നോക്ക്. യെസ് ഡോക്ടർ, റിസൾട്ട് വന്നിട്ടുണ്ട്. സൂര്യ, ഈ പേഷ്യന്റിനെ കൊണ്ടുവന്നേ. ആളെ ബോഡി നല്ല ഡ്രഗ് കണ്ടന്റ് ഉണ്ടല്ലോ. ആളാരാന്ന് അറിയില്ല. ആളെ കൊണ്ടുവന്ന ആള് പുറത്തുണ്ട്. നീ എന്നാ ആളോട് എൻ്റെ ക്യാബിൽ വന്ന് കാണാൻ പറ. സാർ ഡോക്ടർ ക്യാബിലോട്ട് വിളിക്കുന്നുണ്ട്. ജിമ്മി, നീയാണോ ഇവരെ കൊണ്ടുവന്നേ? അതെ. അവനിപ്പോ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ആളെ കണ്ടീഷൻ ഇപ്പം നിലവിൽ പ്രശ്നമൊന്നുമില്ല. പിന്നെ ആള് ബോഡി നല്ല ഡ്രഗ്സ് ഉണ്ടല്ലോ. നീ അപ്പം ഇന്നലെ പറഞ്ഞ കാണാതായ കുട്ടി ഇവനാണോ? അതെ. ജിമ്മി, നീ എന്തായാലും ഒരു കാര്യം ചെയ്യുക. അവൻ്റെ പാരൻസിനെ വിളിച്ച് വിവരം അറിയിക്കുക. ഞാനത് വിളിച്ചിരുന്നു. അവനക്ക് പാരന്റ്സ് ആയിട്ട് ആരുമില്ല. അവനക്ക് ആകെ ബ്രദേഴ്സ് മാത്രമേ ഉള്ളൂ. അവർ പുറത്താണുള്ളത്. ഇവൻ ഇവിടെ തനിച്ചാണ് നിൽക്കുന്നത്. അപ്പം അവർ വിളിച്ച സമയത്ത് അവർക്ക് എന്തായാലും ഇന്ന് വരാൻ പറ്റില്ല, നാളെ വരാൻ കഴിയുള്ളൂ എന്ന് പറഞ്ഞു. എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യാം, അവൻ്റെ ബ്രദേഴ്സ് വരുന്നവരെ അവൻ നമ്മുടെ വീട്ടിൽ നിന്നോട്ടെ. ഈ കണ്ടീഷനിൽ എന്തായാലും അവന് തനിച്ച് നിർത്തുന്നത് നല്ലതല്ല. ഇവൻ നന്നായിട്ട് പനിക്കുന്നുണ്ടല്ലോ. നീ ഇന്നലെ നൈറ്റ് എവിടെയായിരുന്നു? ഇന്നലെ എനിക്ക് എൻ്റെ ഫ്രണ്ടിൻ്റെ ബർത്ത്ഡേ പാർട്ടി ഉണ്ടായിരുന്നു, അവിടെ ആയിരുന്നു. ഇന്നലെ ആ പാർട്ടിക്ക് മിഥുനുണ്ടായിരുന്നു. മിഥുനുണ്ടായിരുന്നല്ലോ. ഇന്നലെ ഫ്രണ്ട്സ് എല്ലാവരും അവിടെ ഉണ്ടായിരുന്നു. കുറേ നാൾക്ക് ശേഷമല്ലേ ഫ്രണ്ട്സ് എല്ലാവരും ഒരുമിച്ച് കാണുന്നത്. അപ്പോൾ പിന്നെ ഇന്നലെ പാർട്ടിയൊക്കെ കഴിഞ്ഞ് കുറേ നേരമായി. അപ്പോൾ പിന്നെ എല്ലാവരും അവിടെ തന്നെ സ്റ്റേ ചെയ്തു. മിഥുൻ്റെ കൂടെയോ? അല്ല, എല്ലാവരും ഉണ്ടായിരുന്നല്ലോ. ഫ്രണ്ട്സ് എല്ലാവരും ഒരുമിച്ചായിരുന്നു. ഫ്രണ്ട്സ് അത്രയും പേരുണ്ടായിട്ട് നീ പിന്നെ എങ്ങനെ മിഥുൻ്റെ അടുത്ത് എത്തിയേ? നീ ഇതെന്താ പറയുന്നേ? എനിക്കിത് മനസ്സിലാവുന്നില്ല. മനസ്സിലാവില്ല. ഈ ഫോട്ടോ എന്താ? ഇത് ജസ്റ്റ് ആ പാർട്ടിയുടെ ഫോട്ടോ അല്ലേ. ഇതിലെന്താ പ്രശ്നം? എനിക്കിത് കണ്ടിട്ട് അതേ തോന്നുന്നുള്ളൂ. ഫ്രണ്ട്സ് ഇത്രയും പേരുണ്ടായിട്ട് നീ എങ്ങനെ കറക്റ്റ് മിഥുൻ്റെ അടുത്ത് തന്നെ എത്തിയേ? അവൻ്റെ ഒരു അമ്മൂമ്മയുടെ വിവരിക്കണം. നിന്നെക്കുറിച്ച് എന്തൊക്കെയാണ് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തതെന്ന് അറിയോ?
അവനിപ്പോൾ ഇങ്ങനെ എഴുതിയിട്ടേന്ന് ഞാൻ എന്ത് ചെയ്തു എന്നാ? നീ ഒന്നാമത്തെ പാർട്ടിക്ക് പോകുന്ന കാര്യം എന്നോട് പറഞ്ഞിട്ടില്ല. ഓക്കെ, തിരക്കിനിടയിൽ മറന്നതായിരിക്കും എന്ന് കരുതുക. പിന്നെ നിനക്ക് നന്നായിട്ട് അറിയാം എനിക്ക് മിഥുനെ ഇഷ്ടമില്ലാതെ. പിന്നെ നീ എന്തിനാ ഇത്രയും ഫ്രണ്ട്സ് ഉണ്ടായിട്ടും അവൻ്റെ അടുത്ത് തന്നെ പോയി നിന്നേ? നമ്മൾ രണ്ടുപേരും കമ്മിറ്റഡ് ആയതിനു ശേഷം 4 തവണയാണ് നിന്നെ വന്ന് പ്രപ്പോസ് ചെയ്തത്. എന്തെങ്കിലും ഒരു കാരണം കിട്ടാൻ കാത്തിരിക്കുക നിന്നെ വന്ന് പ്രപ്പോസ് ചെയ്യാൻ. അങ്ങനെയുള്ള ഒരാളെടുത്ത് നീ എന്തിനാ ഇന്നലെ പോയി നിന്നേന്ന് ഞാൻ ചോദിച്ചേ. നിൻ്റെ പ്രശ്നം അപ്പം ഞാൻ പാർട്ടിക്ക് പോയതിനല്ല അല്ലേ, അവൻ്റെ കൂടെ നിന്നതിനാ. നിനക്ക് നന്നായിട്ട് ജലസടിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. നിൻ്റെ ജലസടി ഞാൻ മാറ്റിത്തരാം. 4 തവണയല്ല 5 തവണ. ഇന്നലെ അവൻ എന്നെ വീണ്ടും പ്രപ്പോസ് ചെയ്തു. അത് നീ അറിഞ്ഞില്ല? എന്നിട്ട് നീ എന്താ പറഞ്ഞേ? നീ ഇപ്പം വല്ലാണ്ട് പോസിറ്റീവായി വരുന്നുണ്ട്. ഞാൻ അവനോട് എസ് പറഞ്ഞാലോ എന്നിങ്ങനെ വിചാരിക്കുക. ഓ, ഞാനിപ്പോൾ പോസിറ്റീവായല്ലേ? എന്നാൽ പിന്നെ അവനോട് ഇന്നലെ തന്നെ എസ് പറഞ്ഞുകൂടായിരുന്നോ? എന്തിനാ ഇപ്പം ഇങ്ങോട്ട് വന്നേ? പോവല്ലേ, ഞാൻ പറയുന്ന ഫുള്ള് കേക്ക്. ഞാൻ എക്സ്പെക്റ്റ് ചെയ്യാൻ പോവല്ലേ? എനിക്ക് ബാക്കി കേൾക്കണ്ട. ഇപ്പം ഞാൻ പറയുന്നത് കേൾക്കാൻ പോലും നിനക്ക് സമയമില്ലല്ലേ? ഇപ്പം പിന്നെ ഇവിടെ ആർക്കും നമ്മളെ വേണ്ടാത്ത സ്ഥിതിക്ക് ഇനിയിപ്പം നമുക്ക് അവനല്ലേ ഉള്ളൂ. ഇനി അവനോട് എസ് പറയാം. അങ്ങനെ പെട്ടി കടക്കി എടുത്ത് അവൻ്റെ കൂടെ പോയി നിന്നു. ഇനി ഇങ്ങോട്ട് വരാൻ നിൽക്കണ്ട. നമ്മളെ അവസ്ഥ ഇപ്പം എങ്ങനെയായി പോയല്ലോ. നമ്മളെന്നാർക്കും വേണ്ടല്ലോ. നമുക്ക് സങ്കടമൊന്നുമില്ല, നല്ല ചെറിയൊരു വിഷമം. എനിക്കെന്നപ്പോൾ ഇഷ്ടമില്ല അല്ലേ? ഞാൻ ഭയങ്കര പോസിറ്റീവാന്ന് നീ പറഞ്ഞ്. ഞാൻ നിന്നെ ഒരിക്കലും വോയിസ് ചെയ്യില്ല. നീ നിനക്ക് ഇഷ്ടമുള്ളിടത്ത് പൊക്കോ. ഞാൻ ഇതുവരെ നിന്നെ വേദനിപ്പിക്കാൻ വേണ്ടി ഒന്നും പറഞ്ഞിട്ടില്ല. ജീവ, ഞാൻ അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞതല്ല. ഞാൻ വെറുതെ കോമഡിക്ക് പറഞ്ഞതാടാ. ഞാൻ നിന്നെ വിട്ടെങ്ങോട്ടും പോവില്ലടാ. നീ എന്നെ ചെറിയ കുട്ടികളെ പോലെ കരയല്ലേ. കരച്ചില്ല നേരത്ത് വെറുതെ പറഞ്ഞതാടാ. ഞാൻ അങ്ങോട്ട് പോകുന്നുമില്ല. അപ്പോൾ ഇനി നാട്ടിൽ നിന്ന് വിളിച്ചായിരുന്നു. നിൻ്റെ അച്ഛന് സുഖമില്ലാന്ന് പറഞ്ഞ്. അപ്പൊക്കെന്താ പറ്റിയേ? അതൊന്നും പറഞ്ഞില്ല. നിന്നോട് പെട്ടെന്ന് നാട്ടിലോട്ട് വരാൻ പറഞ്ഞു. നീ ഇപ്പം പോയാലൊരു ട്രെയിൻ ഉണ്ട്, നിനക്ക് പെട്ടെന്ന് നാട്ടിലെത്താം. കാര്യം നീ ജീവനെ കാണുകയാണെങ്കിൽ ഒന്ന് പറയാം ഞാൻ നാട്ടിലോട്ട് പോയി എന്നുള്ളത്. ഞാൻ ജീവ വരുമ്പോൾ പറഞ്ഞോളാം. നീ പെട്ടെന്ന് ഇറങ്ങാൻ നോക്ക്. അയ്യോ, ഫോൺ പൊട്ടിയല്ലോ. അങ്ങനെ ഓണാവുന്നില്ലല്ലോ. തൽക്കാലം ഇത് നാട്ടിലെത്തിയിട്ട് നന്നാക്കാം. ആദ്യം ഇപ്പം അപ്പയ്ക്ക് എങ്ങനെയുണ്ട്? ഒന്നും പറഞ്ഞിട്ടില്ലടാ. അപ്പയ്ക്ക് എന്താ പറ്റി? ഇന്നലെ വിളിക്കുമ്പോൾ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. സ്ട്രോക്ക് വന്നതാണെന്ന് ഡോക്ടർ പറഞ്ഞു. അതൊന്നും നീ ഇവിടെ നിൽക്കുക, ഞാൻ ഡോക്ടറോട് സംസാരിക്കാം. അപ്പം ഇനി മുതൽ എങ്ങനെ സമയാസമയം മരുന്ന് കഴിക്കണേ? ആദ്യം നിനക്കൊന്ന് നോക്കിക്കൂടെ അപ്പം മരുന്ന് കഴിക്കുന്നുണ്ടോ എന്നുള്ളത്? ഞാൻ നോക്കാഞ്ഞിട്ടല്ലല്ലോ. അപ്പൊ മരുന്ന് കഴിക്കുന്ന കാര്യത്തിൽ ചെറിയ കുട്ടികളെക്കാളും കഷ്ടാ. എന്ത് വെറുതെയാന്നറിയോ മരുന്ന് മേടിക്കുന്ന കാര്യത്തില്. ഇപ്പൊ എടുക്കുന്ന എടുത്ത് നോക്കിയിട്ട് കാര്യമില്ല. മരുന്ന് കൊണ്ടുവരുമ്പോ ഇതുപോലെ ഒന്നും ആയിരിക്കില്ല നിൽക്കുക. അപ്പൊക്ക് ഈടായിട്ട് കളി കുറച്ച് കൂടുന്നുണ്ടേ. ഇത്രയാ മരുന്നുള്ളേ, എനിക്ക് നന്നായിട്ട് കഴിക്കാൻ വയ്യ. ഒന്നും പറഞ്ഞാൽ പറ്റില്ല. ഈ മരുന്ന് കഴിക്കുക ഇങ്ങനെ മരുന്ന് കഴിക്കാൻ മടി കാണിച്ചിട്ടല്ലേ ഇപ്പൊ ഇത്രയും വലിയ അസുഖമൊക്കെ ഉണ്ടായി. ഞാൻ ഇതിൽ 2 കഴിക്കും, ബാക്കി ഞാൻ കഴിക്കില്ലേ. ഇത് മൊത്തം കഴിക്കാതെ അപ്പം ഞാൻ വിടൂല. എനിക്കിത് മൊത്തം വേണ്ട. വാശി പിടിക്കാത്തത് കഴിക്ക്. അഭി വന്നപ്പോ അപ്പ എന്ത് പാവാ. ആദി, വിക്കി 2 പേരോടും കൂടിയാ ഞാൻ തിരിച്ച് ഹോസ്റ്റലിൽ പോയാൽ നിങ്ങൾ 2 പേരും വേണം അപ്പയെ നോക്കാൻ. നിനക്കിത് പറയാൻ എളുപ്പമാ, പക്ഷെ നീ പോയാ പിന്നെ അപ്പൊ ഞങ്ങള് പറഞ്ഞ ഒന്നും കേൾക്കാൻ പോകുന്നില്ല. അപ്പനോടും കൂടിയാ ഈ സമയത്തിന് മരുന്ന് കഴിക്കണേ. അഭി, നിന്റെ ഫോൺ നന്നാക്കാൻ കൊടുത്തില്ലായിരുന്നോ? അത് കിട്ടിയേ. നീ നാളെ എപ്പോഴാ പോകുന്നേ? നാളെ എനിക്ക് ക്ലാസ് ഉണ്ട്, അതെന്തായാലും മിസ്സാക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ നാളെ നേരത്തെ ഇറങ്ങുക. ജീവ, നിന്റെ പ്രശ്നം എന്താ? നീ എന്തിനാ മിണ്ടാതിരിക്കുന്നേ? ജീവ, ഞാൻ നിന്നെ എത്ര നേരം കൊണ്ട് വിളിക്കാൻ. നിനക്ക് അറ്റ്ലീസ്റ്റ് ഫോണെങ്കിലും എടുത്തൂടെ? ജീവ, അറ്റ്ലീസ്റ്റ് വായ തുറന്ന് എന്തെങ്കിലും ഒന്ന് പറ. നീ എന്തിനാണ് മിണ്ടാതിരിക്കുന്നേ? ഈ പറയുന്ന ആളും ഇങ്ങനെ തന്നെയല്ലേ? നീ നാട്ടിൽ പോയതിനു ശേഷം നിന്നെ എത്ര തവണ വിളിച്ചു, എന്നിട്ട് നീ ഫോൺ എടുത്തോ? ഞാൻ കോൾ എടുക്കാത്തത് കൊണ്ടല്ല, ഫോൺ കേടായിട്ടെങ്കിൽ റിപ്പയർ ആയി കിട്ടിയത് ഇന്നലെയാ. എന്നാൽ അറ്റ്ലീസ്റ്റ് വേറെ ആരെങ്കിലും ഫോണിലെങ്കിലും വിളിച്ചൂടെ? അപ്പനെ നോക്കുന്ന തിരക്കിൽ ഞാൻ അത് വിട്ടുപോയതാ. നിനക്കിപ്പോൾ നിന്റെ അച്ഛനെ അല്ലാതെ എന്നെക്കുറിച്ച് നിനക്ക് ചിന്തയുണ്ടോ? ഞാൻ നിന്നെ മറന്നത് കൊണ്ടല്ല. നിനക്ക് ഇന്നലെ എക്സാം അല്ലായിരുന്നു, അതുകൊണ്ടാണ് പിന്നെ ഞാൻ ഡിസ്റ്റർബ് ചെയ്യാതിരുന്നത്. നിനക്ക് ഇന്നലെ എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു? എക്സാം വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ഇസ്ര, നിന്റെ ആദ്യമല്ല പോകുന്നത്? ആദ്യ നീ എന്താ കുറച്ച് ദിവസമായിട്ട് കോളേജ് വരാതിരുന്നേ? അച്ഛന് സുഖം ഉണ്ടായിരുന്നില്ലടാ, അതുകൊണ്ട് ഞാൻ കുറച്ച് ഹോസ്പിറ്റലിലായിരുന്നു, അതുകൊണ്ടാണ് ലീവായി. എന്നിട്ട് നിന്റെ അപ്പയ്ക്ക് ഇപ്പം എങ്ങനെയുണ്ട്? ഇപ്പം കുഴപ്പമൊന്നുമില്ല. നിന്നെ കാണാത്തത് കൊണ്ട് നിരാശ കാമുകനെ പോലെ ഇവിടെ അലഞ്ഞു തിരിഞ്ഞ് നടക്കേനി അവന്. ഇപ്പം നിന്നെ കണ്ടതോട് കൂടിയിട്ട് അവനക്ക് സമാധാനമായിട്ടുണ്ടാവും. ആര്? ഇവനോ? അത് എന്നെ കാണഞ്ഞിട്ട്. നീ എടുത്തിട്ട് ഓഡിഷന് പോയില്ലായിരുന്നു, അതെന്തായി? അതിലെനിക്ക് ഹീറോ ആയിട്ട് കിട്ടി, ബട്ട് ഞാൻ പോകുന്നില്ല. നീ ഒരുപാട് ആഗ്രഹിച്ച് കിട്ടിയതല്ലേ, പിന്നെന്താ നീ പോവാത്തെ? അവർ പറഞ്ഞു വെച്ച് നോക്കുകയാണെങ്കിൽ ആ ഷൂട്ടിംഗ് ഏകദേശം 3 മാസമുണ്ട്, ചിലപ്പോൾ 4 മാസം ആവും അവർ തന്നെ പറഞ്ഞായിരുന്നു. നമ്മുടെ കോളേജ് കഴിയാൻ എനിക്ക് 3 മാസമല്ലേ ഉള്ളൂ, അതുകൊണ്ടാണ് പിന്നെ ഞാനത് പോകണ്ടെന്ന് വിചാരിച്ചത്. പിന്നെ അതുമല്ല, എനിക്ക് നിന്നെ കാണാൻ കിട്ടുന്നത് ആകെ കുറച്ച് സമയമാണ്, പിന്നെ അത് ഞാൻ ഇതിനു വേണ്ടി മുടക്കാൻ നിൽക്കാം. നോക്ക്, ആകെ കുറച്ച് മാസമല്ലേ, അതാ ഷൂട്ടിങ്ങിന് വേണ്ടി പോകുന്നത് കൊണ്ടല്ലേ. അത് കഴിഞ്ഞിട്ട് നമുക്ക് എത്ര സമയം വേണേലും കാണാലോ. ഇവിടെ അതല്ല. നീ ഇങ്ങോട്ട് ഒന്നും പറയണ്ട. നീ എത്ര നാൾ കഷ്ടപ്പെട്ട് കിട്ടിയ ചാൻസ് ആയത്, ഇത് വെറുതെ ഇതും പറഞ്ഞു ഒഴിവാക്കാൻ നിൽക്കണ്ട. പിന്നെ ഈ സിനിമയിലൊക്കെ ചാൻസ് കിട്ടാന്ന് പറയുന്നത് എത്ര പാടുള്ള കാര്യമാണ്, പിന്നെ അതിനൊരു ഭാഗ്യവും വേണം. അത് നിനക്ക് കിട്ടിയപ്പോ എന്തിനാ വെറുതെ ഒഴിവാക്കാൻ നിൽക്കുന്നേ? നിനക്കപ്പം ഞാൻ സിനിമയിൽ അഭിനയിക്കുന്നതിന് ഒരു പ്രശ്നവുമില്ല. എനിക്കൊരു പ്രശ്നവുമില്ല നീ സിനിമയിൽ അഭിനയിക്കുന്നത് കരുതി. പിന്നെ ഈ അഭിനയിക്കാന്നൊക്കെ പറയുന്ന ഒരു കഴിവാ, അതിപ്പോ എല്ലാവർക്കും കിട്ടണമെന്നില്ലല്ലോ. നീ അതുണ്ടായതും സിനിമയിൽ അഭിനയിക്കുന്നു, അത് ഞാനിപ്പോ ഇത്ര വലിയ പ്രശ്നമാക്കുന്നത്. നിനക്കപ്പോ ശരിക്കും പ്രശ്നവുമില്ല? സാധാരണ ബോയ് ഫ്രണ്ട്സിനൊന്നും ഇത് പറ്റാറില്ലല്ലോ. നീ ഇത് ഏത് യൂണിവേഴ്സിറ്റിയാണ് ജീവിക്കുന്നത്?
സമ്മതിക്കോന്ന് പറയുന്നത് നോർമൽ ആയിട്ടുള്ള കാര്യമാണ്, സമ്മതിക്കാതിരിക്കാന്ന് പറയുന്നത് നോർമൽ അല്ലാത്ത കാര്യം. നീ ഇത് ഏത് ടോക്സിക് സിനിമ കണ്ടു വരികടാ? നിനക്കെന്താ ഷൂട്ടിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്? ഈ ആഴ്ച തന്നെ സ്റ്റാർട്ട് ചെയ്യും. നാളെ പോകേണ്ടി വരും പോവാണെങ്കിൽ. നിനക്ക് നാളെ പോകേണ്ടതല്ലേ? എന്നാ പിന്നെ നീ വേഗം വീട്ടിൽ വെക്കോ. നിനക്ക് ഞാൻ പോകുന്നതിന് മുന്നേ എന്നോട് എന്തെങ്കിലും പറയാനുണ്ടോ? പോയിട്ട് നല്ല രീതിയിൽ അഭിനയിച്ച് തിരിച്ചു പോവാ. ഇതൊന്നുമല്ല, വേറൊന്നും പറയാനില്ല. പിന്നെന്താ പറയണ്ടേ? ഇതൊന്നും അല്ലാതെ നിനക്ക് എന്നോട് വേറൊന്നും പറയാനില്ല. ഇല്ലടാ. എന്നോട് നല്ല ചോക്ക് എന്തെങ്കിലും മറന്നു പോയണോന്ന്. എന്ത്? ഞാനൊന്നും മറന്നു പോയിട്ടില്ലല്ലോ. മാറിക്ക്, ആൾക്കാരെ കാണും. ഇനി എന്തായാലും കുറച്ച് ദിവസം കഴിഞ്ഞിട്ടല്ലേ കാണുള്ളൂ. വന്നതിന് ശേഷം ബാക്കി എടുത്തോളാം കേട്ടോ. നിനക്ക് ഷൂട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? എല്ലാ ദിവസത്തേക്കാൾ ഹെവി ആയിരുന്നു ഇന്നത്തെ ഷൂട്ടിങ്. മെയിനായിട്ട് അതിലൊരു ഫൈറ്റിംഗ് സീൻ ഉണ്ടായിരുന്നു. 10 ഡേക്ക് എടുത്തതിന് ശേഷം അത് റെഡിയായി. ഇനി എന്തായാലും കോളേജ് കഴിയാനാക്കി 1 മാസമല്ലേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് നീ ഇങ്ങോട്ട് പോര്. അതൊന്നും വേണ്ട, നിന്റെ ഷൂട്ട് കഴിയാൻ ഇനി 2 മാസമല്ലേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് നമുക്ക് കാണാലോ. ഈ 2 മാസം തന്നെ ഞാൻ ഇങ്ങനെ തള്ളി നീക്കിയെന്ന് എനിക്കേ അറിയുള്ളൂ. ഇനിയും 2 മാസം എനിക്ക് കാത്തിരിക്കാൻ വയ്യ. നീ ഇങ്ങോട്ട് പോര്. നിനക്ക് അവിടെ ഷൂട്ടിങ്ങിന് തിരക്കൊണ്ട് നിന്ന് തിരിയാൻ സമയമില്ലാന്ന് എനിക്കറിയാം. പിന്നെ നീ എന്തിനാ എന്നെ അങ്ങോട്ട് വിളിച്ചെടുത്തുന്നത്? ഈ തിരക്കിനിടയിൽ നീ എന്റെയും കൂടി വർക്ക് ഏറ്റെടുക്കാൻ നിൽക്കുക. ഓൾറെഡി ടയർഡാന്ന് എനിക്കറിയാം. നീ ഫോം വെച്ചിട്ട് പോയി ഉറങ്ങാൻ നോക്ക്. നിന്നെ ഞാൻ എത്ര ദിവസം കൊണ്ട് വിളിക്കുക? നിനക്കൊന്നും ഇങ്ങോട്ട് വന്നൂടെ? എന്നാൽ പിന്നെ ഇങ്ങനെ വീഡിയോ കോൾ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. ഞാൻ അങ്ങോട്ട് വന്നിട്ട് എന്തിനാ? അങ്ങനെയൊക്കെ ചോദിച്ചാൽ നിനക്കല്ലേ കിസ് ചെയ്യാൻ അറിയാത്തെ? അത് ഞാൻ പഠിപ്പിച്ചു തരാം. അയ്യടാ, അങ്ങനെ നീ ചോദിക്കണ്ട. ഞാൻ അങ്ങോട്ട് വന്നാലല്ലേ, വന്നില്ല നീ എന്ത് ചെയ്യും? ആഹാ, അങ്ങനെയാണോ? നിനക്ക് ഇങ്ങോട്ട് വരാൻ വലിയ ബുദ്ധിമുട്ടാണെങ്കിൽ ഞാൻ അങ്ങോട്ട് വരാം. നിനക്കിതല്ലാതെ ഞാൻ കുറേ കാര്യങ്ങൾ പഠിപ്പിച്ചു തരാം. മതി മതി, പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക്. റിസൾട്ട് നോക്കിയിട്ട് എന്തായി? കിട്ടിയോ? കിട്ടി, ശരിക്കും? ഓ, നിനക്ക് സെക്കൻഡ് റാങ്ക് കിട്ടി. എന്തായാലും ചിലവ് വേണേ. നിനക്ക് എന്താ വേണ്ടെന്ന് വെച്ചോളാം. എന്ത് പറഞ്ഞാലും എന്നാൽ പിന്നെ നമുക്കൊരു താജ്മഹൽ കിട്ടുക. മോശമായി, നീ ഇത്ര ചെറിയ സാധന പറയുന്നേ. വേറെന്തെങ്കിലും പറ. ഒന്ന് പോടാ, ഞാൻ വെറുതെ പറഞ്ഞ. നിനക്കിത് കിട്ടിയില്ലേ, അതിൽ ഞാൻ ഹാപ്പിയാ. നീ എനിക്കൊന്നും തന്നില്ലേലും പ്രശ്നം. നിനക്കിപ്പോൾ എന്തെങ്കിലും വേണോ? വേണമെങ്കിൽ ഇപ്പം പറഞ്ഞോ. എന്ത് പറഞ്ഞാലും തരുമോ? ആ, തരാം. നീ എന്ത് പറഞ്ഞാലും തരാം. നാളെ ഞാൻ പോകുന്ന ദിവസമല്ലേ? നീ എന്തായാലും ഒന്ന് ലീവ് എടുക്കും. എന്തായാലും ലീവ് എടുക്കാൻ പറ്റില്ലടാ. എനിക്കൊരു സർജറി ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ പെട്ടെന്ന് ഇറങ്ങാൻ നോക്കാം. ആ സർജറി കഴിഞ്ഞ് പെട്ടെന്ന് ഇങ്ങോട്ട് പോന്നോളണം. പിന്നെ അവിടെയുള്ള വേറെ പണിയൊന്നും ഏൽക്കാൻ നിൽക്കരുത്. ഓ ഇല്ലടാ, ഞാൻ പെട്ടെന്ന് ഇറങ്ങാൻ നോക്കാം. ജീവ, നാട്ടിൽ നിന്ന് കോള് വന്നായിരുന്നു. അപ്പൊക്ക് സുഖമില്ല എന്ന് പറഞ്ഞ് എനിക്ക് നാട്ടിൽ പോകണം. ഒരു ദിവസം 2 പേരും ഒരുമിച്ച് നിൽക്കണം എന്നുള്ളതേ ഞാൻ നിന്നോട് ചോദിച്ചിട്ടുള്ളൂ. പിന്നെ ഞാൻ എന്തായാലും നാളെ പോവും. അതിനുശേഷം നിനക്ക് പോയാൽ പോരെ? പ്ലീസ് എടാ, നിനക്ക് നാളെ രാവിലെ ആകുമ്പോൾ പോവാം. എനിക്ക് നിൻ്റെ കൂടെ നിൽക്കണം എന്ന് തന്നെയാണ് ആഗ്രഹം. നീ ഇങ്ങോട്ടൊന്നും പറയണ്ട. നീ ഇന്ന് എൻ്റെ കൂടെ നിൽക്കുന്നു, നാളെ നീ നാട്ടിൽ പോകുന്നു. ഓക്കെ? അയ്യോ, വിക്കി ഒരുപാട് തവണ വിളിച്ചിരുന്നല്ലോ. അബി, നീ ഇറങ്ങുന്നില്ലേ? എന്താടാ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഞാൻ ഇന്നലെ നിന്നോട് എത്ര തവണ ചോദിച്ചു ഞാൻ നാട്ടിലോട്ട് പോട്ടെ എന്ന്. ഇപ്പം നിനക്ക് സമാധാനമായില്ല എൻ്റെ അച്ഛൻ പോയപ്പോൾ? നീ അതല്ലായിരുന്നു ആഗ്രഹിച്ചിരുന്നത്. അപ്പം നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? പോകരുത് തന്നെ. ഞാൻ ഇന്നലെ എനിക്ക് നിന്റെ തവണ ചോദിച്ചു ഞാൻ പോട്ടെ എന്ന്. നീ എന്നിട്ട് സമ്മതിച്ചോ? നീ ഒരാൾ കാരണം എനിക്ക് എൻ്റെ അച്ഛനെ അവസാനമായിട്ട് കാണാൻ പറ്റാതിരുന്നു. പൊക്കോ, എങ്ങോട്ടാന്ന് വെച്ചാൽ പൊക്കോ. ദയവ് ചെയ്ത് ഇനി തിരിച്ച് വന്നേക്കരുത്. അപ്പം ഞാൻ പറയുന്ന കേക്ക്. എനിക്കിനി നീ പറഞ്ഞ് കേൾക്കണ്ട. ഐ ഹേറ്റ് യു. ഡോക്ടർ, ഇപ്പോൾ ആദ്യമൊക്കെ എങ്ങനെയുണ്ട്? ആൾ നിലവിൽ പ്രത്യേകിച്ച് റെസ്പോണ്ടൊന്നും ചെയ്തിട്ടില്ല. സോ ആളെ കാര്യം പറയാനായിട്ടില്ല. പിന്നെ ആളെ ബോഡിയിൽ ഒരുപാട് ഇഞ്ചുറീസ് ഉണ്ട്. പിന്നെ അതേപോലെ തലക്ക് നല്ല പരിക്കുണ്ട്. സോ അതുകൊണ്ട് ചിലപ്പോൾ മെമ്മറി ലോസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഞാൻ ബോധം വന്നാൽ മാത്രമേ നമുക്കത് പറയാൻ പറ്റുള്ളൂ. ആദ്യമൊക്കെ ഉണ്ടായത് വെറും ഒരു ആക്സിഡൻ്റ് ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. അതെന്താ ഡോക്ടർ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇത് പറയാനുള്ള റീസൺ എന്താണെന്ന് വെച്ചാൽ ആളെ ബോഡിയിൽ ഒരുപാട് ഇഞ്ചുറീസ് ഉണ്ട്. തലയ്ക്ക് നല്ല പരിക്കുമുണ്ട്. ഇവിടെ ഈ തലയ്ക്ക് പറ്റിയ പരിക്കെന്ന് പറയുന്നത് ഒരു ആക്സിഡൻറ്റ് മൂലം ഉണ്ടാവുന്നതിനേക്കാൾ വളരെ വലിയൊരു മുറിവാണ് ആളെ തലയിലുള്ളത്. സാധാരണഗതിയിൽ അത്രയും ആഴത്തിലുള്ള മുറിവ് ഈ ചെറിയൊരു ആക്സിഡൻറ്റിൽ ഉണ്ടാവാൻ ചാൻസ് ഇല്ല. എന്നിട്ട് നമ്മൾ ഈ തല്ലിയാൽ ഉണ്ടാവുന്ന മുറിവ് പോലത്തെ മുറിവുകളാണ്. സോ ഇതൊരു ആക്സിഡൻറ്റ് മൂലം വന്ന മുറിവുകളാവാനുള്ള ചാൻസ് വളരെ കുറവാണ്. ഞാനൊരു ഡോക്ടറാണല്ലോ, അപ്പം ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. പിന്നെ ആൾക്ക് നിങ്ങളുടെ അറിവിൽ എന്തെങ്കിലും ശത്രുക്കളോ അങ്ങനെ ആരെങ്കിലും ഉണ്ടായിരുന്നോ? എൻ്റെ അറിവിൽ അവൻക്കങ്ങനെ ശത്രുക്കളൊന്നുമില്ല. എൻ്റെ ഇത്രയും നാളത്തെ എക്സ്പീരിയൻസ് കൊണ്ടുള്ള അനുഭവം കൊണ്ടാണ് ഞാൻ പറയുന്നത്.
അതായത് ഇത് എനിക്ക് തോന്നുന്നില്ല. സോ ഇനി ബാക്കി കാര്യങ്ങളൊക്കെ നോക്കിയതിന് ശേഷമേ നമുക്കിത് ഉറപ്പിക്കാൻ പറ്റുള്ളൂ ഇത് ആക്സിഡന്റ് ആണോ അല്ലയോ എന്നുള്ളത്. അതി അമ്മി, ഞാനെന്താ ഇവിടെ? അച്ഛനെവിടെ? നിനക്കൊരു ചെറിയ ആക്സിഡന്റ് പറ്റി, അതാ നീ ഇവിടെ. നീ എന്നാ നിന്റെ അച്ഛനെ വിവരം അറിയിച്ചോ? എൻ്റെ അച്ഛൻ ഓൾറെഡി മരിച്ചതാ ഡോക്ടർ. സോറി, അവൻ ചെറിയ രീതിയിലുള്ള മെമ്മറി ലോസ് ഉണ്ട്. ഈ അടുത്ത് നടന്ന കാര്യങ്ങളൊന്നും അവന് ഓർമ്മയില്ല. ഇക്കാര്യം എന്തായാലും അവനോട് പറയണ്ട, കാരണം അവൻ്റെ അറിവിൽ അവൻ്റെ അച്ഛമ്പ ജീവിച്ചിരിപ്പുണ്ട്. പിന്നെ നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ നിങ്ങൾ ഇവിടുന്ന് ഒന്ന് മാറി നിൽക്കുന്നത് നല്ലതായിരിക്കും. അതിനെക്കുറിച്ച് എന്തെങ്കിലും ഇൻഫർമേഷൻസ് കിട്ടിയോ? ഇല്ലടാ, അവൻ സ്റ്റേ ചെയ്യുന്ന സ്ഥലത്തൊക്കെ ഞാൻ പോയി നോക്കി, ബട്ട് ഇവിടുന്ന് പോയി എന്നാ പറഞ്ഞത്. എടാ, ഞാൻ ഇന്നലെ അവൻ്റെ ഫ്രണ്ട്സിനെ കണ്ടായിരുന്നു. അവർ പറഞ്ഞത് അവനക്ക് 2 മാസം മുന്നേ എന്തെങ്കിലും ആക്സിഡൻറ്റ് പറ്റിയെന്നാണ്. നീ എന്നാലും ഹോസ്പിറ്റലിൽ പോകുന്ന അന്വേഷിച്ച് നോക്ക്, എന്നാൽ ചിലപ്പോൾ ഡീറ്റെയിൽസ് കിട്ടാൻ ചാൻസ് ഉണ്ട്. അവിടെയും കൂടെ പോകാൻ ബാക്കിയുള്ളൂ, അവിടെയും കൂടെ പോയി. നീ ആക്ടർ എസ്ര അല്ലേ? അതെ, പക്ഷെ ഞാനിപ്പോൾ ഒരു ആക്ടർ ആയിട്ടല്ല വന്നത്. പകരം ഞാൻ ഒരാളെ കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടിയിട്ടാണ്. ആദ്യക്കുറിച്ചല്ലേ? ആദ്യം നിന്റെ ആരാ? അവൻ എനിക്ക് വളരെ വേണ്ടപ്പെട്ട ഒരാളാണ്. കുറച്ച് ദിവസമായിട്ട് അവൻ്റെ ഒരു വിവരം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ അറിഞ്ഞു അവനക്ക് ആക്സിഡൻ്റ് ആയി എന്നുള്ളത്. അതാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. ഡോക്ടറിന് അവനെക്കുറിച്ചുള്ള എന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയോ? സോറി, പേഷ്യൻ്റെ ഡീറ്റെയിൽസ് പുറത്ത് പറയാൻ പറ്റില്ല. പ്ലീസ് ഡോക്ടർ, അവൻ സേഫ് ആണെന്ന് മാത്രം അറിഞ്ഞാൽ മതി. നീ പേഷ്യൻറ്റിൻ്റെ ആരാ? അവൻ എൻ്റെ ബോയ് ഫ്രണ്ടാണ്. ആദ്യം ഒരു ആക്സിഡന്റ് കേസ് ആയിട്ടാണ് വന്നതെങ്കിൽ പോലും അവന്റെ ബോഡിയിൽ ആക്സിഡന്റിന് പുറമെ ഒരുപാട് ഇഞ്ചുറീസ് ഉണ്ടായിരുന്നു. ഇഞ്ചുറീസോ? അതുകൊണ്ട് തന്നെ ആദ്യം നടന്നത് ഒരു ആക്സിഡന്റ് അല്ല എന്നുള്ളത് എനിക്ക് ഉറപ്പാണ്. ഡോക്ടർ, അവനിപ്പോൾ എവിടെയാണെന്നറിയോ? ഐ ആം വെരി സോറി, പേഷ്യനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് എനിക്ക് പറഞ്ഞു തരാൻ പറ്റില്ല. പിന്നെ താൻ അവന്റെ ബോയ് ഫ്രണ്ടാന്ന് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇത്രയും പറഞ്ഞു തന്നത്. ഹോസ്റ്റലിൽ പോയിട്ട് എന്താ പറഞ്ഞേ? അവനിപ്പോൾ എവിടെയാണെന്ന് അറിയില്ല. വിഷമിക്കാതിരിക്കും, നമുക്ക് അവനെ കണ്ടുപിടിക്കാം. എസ്ര, നീ ഇന്ന് കല്യാണത്തിന് വരുന്നില്ല? ഞാൻ വരുന്നില്ല, നീ പൊക്കോ. അതൊന്നും പറഞ്ഞാൽ പറ്റില്ല. നീ എത്ര ദിവസം എന്ന് വെച്ചാൽ അങ്ങനെ ഇരിക്കാൻ പോകുന്നത്? അവന് നമുക്ക് കണ്ടുപിടിക്കാം. ജാക്സൺ ആദ്യമേ പറഞ്ഞത് നിന്നെ കൂട്ടാൻ അങ്ങോട്ട് വരണ്ടാന്ന്. എസ്ര, നീ റെഡിയോ? രണ്ടുപേരും വന്നോ? ഞാൻ വിചാരിച്ചു നിങ്ങൾ രണ്ടുപേരും വരില്ല. നീ ഇത്ര കാര്യത്തിൽ വിളിച്ചിട്ട് വരാതിരിക്കാൻ പറ്റുമോ? അങ്ങനെയൊക്കെ വിളിച്ചിട്ട് എന്താ കാര്യം? രണ്ട് ലേറ്റ് ആയിട്ടല്ലേ ഇപ്പോൾ വന്നേ? ലേറ്റ് ആയിട്ടൊന്നുമില്ല, നിന്റെ താലികെട്ടൊന്നും കഴിഞ്ഞില്ലല്ലോ. താലികെട്ട് കാണാൻ നിങ്ങളൊരു കുടുംബക്കാരോ? ഒന്നുമില്ല, നിങ്ങളുടെ ഫ്രണ്ട്സ് അല്ലേ? തലേ ദിവസമെങ്കിലും വരാൻ നോക്കണ്ടേ? ഞങ്ങൾ രണ്ടുപേരും വന്നില്ലേ, വരാതൊന്നും തോന്നില്ലല്ലോ. കുറച്ചെങ്കിലും നാളുണ്ടോടാ? ഈ മതിലിന്റെ അപ്പുറത്തുള്ളടാ നിന്റെ വീട്, എന്നിട്ട് നീ എന്താണ് ലേറ്റ് ആയേ? നേരത്തെ വന്നാൽ ഈ കരുതൂലേ ഞങ്ങൾക്ക് സ്റ്റാൻഡേർഡ് ഇല്ലാന്ന്? അല്ല, നിങ്ങൾക്ക് വരാനുള്ള മടി കൊണ്ടല്ല. മടിയോ? എനിക്കോ? എനിക്കുള്ള ലേസിനെസ് ആണല്ലോ, മടിയല്ല. ഒന്ന് കിളിച്ചോണ്ടിരിക്കാതെ പോയി ഫുഡ് കഴിക്കാൻ നോക്ക്. നീ വരുന്നില്ല ഫുഡ് കഴിക്കാൻ? നോക്ക്, ആദി എവിടെ? ശരിയടാ, അത് ആദി തന്നെയാ. നീ വെയിറ്റ് ചെയ്യ, ഞാനിപ്പോ വരാം. ആദി, നീ ഇത്ര നാൾ എവിടെയായിരുന്നു? നീ ആരാ? നിനക്കിങ്ങനെ എന്റെ പേരറിയാം? നീ എന്താടാ കളിക്കുക? സോറി, നിങ്ങൾക്ക് ആള് മാറിപ്പോയതായിരിക്കും. എനിക്ക് നിങ്ങൾ അറിയില്ല. നിനക്കപ്പം എന്നെ ശരിക്കും അറിയില്ല? ഇല്ല, എനിക്ക് നിന്നെ അറിയില്ല. ആദി, നീ വരുന്നുണ്ടോ? എടാ, അവൻ എന്താ പറഞ്ഞേ? അവൻ എന്നെ ഇപ്പൊ ഓർമ്മ പോലും ഇല്ല. അവൻ എന്നെ അറിയില്ലാന്നോ? അവനക്ക് എൻ്റെ പേര് പോയിട്ട് ഞാൻ ആരാന്ന് പോലും അറിയില്ല. വിക്കി, നീ ഇതെങ്ങോട്ടാ? അതെ, എനിക്കൊരു അസൈൻമെന്റ് കംപ്ലീറ്റ് ചെയ്യാനുണ്ട്, അതിന് വേണ്ടി പോവാ. അസൈൻമെന്റ് നിനക്ക് വീട്ടിൽ നിന്ന് കംപ്ലീറ്റ് ചെയ്താൽ പോരെ? അത് പറ്റൂല, അത് ചെയ്യണമെന്നുണ്ടെ പൂവനമാണ്. നിനക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റാത്ത അസൈൻമെന്റോ? അതേതാ? ടീമായിട്ട് മാത്രം ചെയ്യാൻ പറ്റുന്ന അസൈൻമെന്റ് ഉണ്ടല്ലോ, അങ്ങനത്തേതാ ഇത്. അല്ല, അസൈൻമെന്റ് എന്തിനെ കുറിച്ചാ? ഇത് ചെയ്ത് കഴിയുന്നവരെ പുറത്ത് പറയാൻ പറ്റൂലെന്നാ. എന്റെ അസൈൻമെന്റ് എന്തിനെ കുറിച്ചാന്ന് എനിക്കറിയാമോനെ. പോകുന്നൊക്കെ കൊള്ളാം, നൈറ്റ് ആകുമ്പോഴത്തേക്ക് ഇവിടെ എത്തിയേക്കണേ. അതെന്തായാലും എത്തും. ഇന്ന് ലെക്കനായിട്ടാണ് രക്ഷപ്പെട്ടെ. അസൈൻമെന്റ് കംപ്ലീറ്റ് ആക്കാൻ പറഞ്ഞിട്ടു. നിനക്കിതല്ലാതെ വേറെന്തെങ്കിലും പറഞ്ഞൂടേടാ? ഇനിയിപ്പോ പോകുമ്പോഴത്തേക്ക് എന്തെങ്കിലും ഒന്ന് എഴുതി ഉണ്ടാക്കി കൊണ്ടോണ്ടേ? അതൊന്നും പ്രശ്നമില്ല, അവിടെ വെച്ച് മറന്നു എന്ന് പറഞ്ഞാൽ മതി. നമ്മളെ രണ്ടിന്റെയും കാര്യം അല്ല, നിന്റെ കാര്യം എന്തായാലും നിന്റെ ഏട്ടന് മനസ്സിലായിണ്ടാവും. മനസ്സിലായ എന്താ? വീട്ടിൽ വന്ന് സമീപിക്കുന്ന സമയം ലാഭിക്കാലോ. ഈ പറയുന്നതൊക്കെ അവസാനം ഓർമ്മ ഉണ്ടായാൽ മതി. നിനക്കത് സർജറി കഴിഞ്ഞിട്ട് ഡ്യൂട്ടി ഉണ്ടോ? ഉണ്ടേലും ഇല്ലല്ലോ. ഇപ്പൊ ഞാൻ പറഞ്ഞ എന്നോട് പറയാൻ നിൽക്കുന്നേ. ഉണ്ടോന്ന് ചോദിച്ചതാണ്, പറയില്ലേ? പറയണ്ട. നീ നാളെ വെഡിങ്ങിന് ഉണ്ടാവില്ലേ? ചിലപ്പം നാളെ ഡ്യൂട്ടി ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. വരാൻ പറ്റുമെന്ന് നോക്ക്. നീ വരുമല്ലേന്ന് പറയണേ. ഞാൻ പോവാണെങ്കിൽ പറയണ്ട്. നിനക്കിന്നിപ്പോ ഡ്യൂട്ടി ചെയ്യാ? ഈവനിങ് കഴിഞ്ഞ് ഞാനുണ്ട് കേട്ടോ എൻ്റെ കൂടെ. എൻ്റെ ഈവനിങ് ആകുമ്പോഴത്തും കഴിയും. ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ നിന്നെ വിളിക്കാം. ഷാറുഖ് ഖാനാന്ന് വിചാരം. ഞാൻ പറഞ്ഞ ഓൺ ഡ്യൂട്ടി വിളിക്കുന്നേ. പോവാണോ? പോയിക്കോട്ടെ. നിനക്കല്ല എന്നെ കാണുമ്പോൾ ജലസ് അടിക്കാത്തെ? കാണിച്ചു തരാം. ഇന്ന് പോ, രണ്ടാളും ഒരുമിച്ച് പോവോ? പോവാൻ ചാൻസ് ഇല്ല. നീ ജീവന കണ്ടോ? ഇല്ല, ഞാൻ കണ്ടിട്ടില്ല. ഇനി ചിലപ്പോൾ സർജറി റൂമിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടാവില്ല. വന്നാ മനമാല പറഞ്ഞ നാക്കെടുത്തില്ല. ഈ വൈറ്റ് ഫ്രോക്കിൽ നീ നല്ല ക്യൂട്ടായിണല്ലോ. ഈ ഫ്രോക്ക് നീയല്ലേ എനിക്ക് ഗിഫ്റ്റ് തന്നെ? എനിക്ക് കിട്ടിയ ഗിഫ്റ്റ് വെച്ച് ഏറ്റവും ഇഷ്ടപ്പെട്ട ഗിഫ്റ്റായത്. അതി, നീ എന്തിനാ കരയുന്നേ? ഇവനെ ഞാൻ ഇതിനു മുന്നേ കണ്ടണോ? എനിക്കെന്താ ഇവനെ കാണുമ്പോൾ എന്തൊക്കെയോ ഓർമ്മ വരുന്നുണ്ട്, ബട്ട് എനിക്ക് ഓർക്കാൻ പറ്റുന്നില്ല. അപ്പി, എനിക്ക് ഇവനെ ഇതിനു മുന്നേ അറിയൂ. കഴിഞ്ഞ കാര്യങ്ങൾ കഴിഞ്ഞു, അത് ഓർക്കാൻ വേണ്ടി നീ കൂടുതൽ സ്ട്രെയിൻ ചെയ്യണ്ട.
ആരാന്നുള്ളത് നിനക്ക് അറിയണം എന്നുണ്ടെങ്കിൽ നിന്റെ ഡയറി എടുത്ത് വായിച്ചു നോക്ക്. എനിക്ക് ആദ്യം കാണണം. അവന് നിന്നെ ഓർമ്മയില്ല. അവനെന്താ സംഭവിച്ചതെന്ന് എനിക്കറിയൂ. എനിക്കറിയാം അവനക്ക് എന്താ പറ്റിയെന്ന്. അവനക്ക് എന്നെ ഓർമ്മയില്ല എന്നും അറിയാം. പക്ഷെ എനിക്ക് അവനില്ലാതെ പറ്റില്ല. എനിക്കറിയാം. ബട്ട് പാസ്റ്റ് ഈസ് പാസ്റ്റ്. ആ പഴയ മെമ്മറീസ് കഴിഞ്ഞത് കഴിഞ്ഞു. ഇനി അവനെ വീണ്ടും അത് ഓർമ്മിപ്പിക്കണ്ട പ്ലീസ്. എനിക്കൊരു ചാൻസ് തന്നൂടെ? ഞാൻ അവനെ പഴയതൊന്നും ഓർമ്മിപ്പിക്കാൻ നോക്കിക്കോളാം. ചാൻസ് ഞാനല്ലല്ലോ തരണ്ടേ, അവനല്ലേ. അവനോട് പോയി ചോദിക്ക്. അവനക്ക് സമ്മതമാണെങ്കിൽ എനിക്ക് പ്രശ്നമൊന്നുമില്ല. ജീവ, നീ എന്താ ഇത്ര ലേറ്റായി? അഭിയപ്പയോ വന്നല്ലോ. നേരത്തെ വരാൻ ഇവളുടെ മാറ്റൽ കഴിയണ്ടേ? അല്ല, അഭിയപ്പയോ വന്നല്ലോ. നിനക്കെന്നാ അവൻ്റെ കൂടെ വന്നുകൂടായിരുന്നോ? ഇത്ര നേരത്തെ വന്നോ? നീ എന്നാ പോയി ഫുഡ് കഴിച്ചോ, ഞാനിപ്പോൾ വരാം. ഇച്ചായിരുന്നില്ല ഫുഡ് കഴിക്കാൻ? ഞാൻ അങ്ങോട്ട് വരാം, നീ അങ്ങോട്ട് വെക്കോ. നീ ഇതിങ്ങോട്ട് പോകുന്നേ? നീ ഇവിടെ നിൽക്ക്, ഞാനിപ്പോൾ വരാന്നേ. ആദി, ഒന്ന് നിൽക്കവിടെ. എനിക്ക് സൗകര്യമില്ല ഇപ്പോൾ അവിടെ നിൽക്കാൻ. എന്നെ വിടാൻ വിടന്നെ. നീ ഇന്ന് കല്യാണത്തിന് പോയില്ലേ? ഇതാരി അഭിയോ? ഇവക്കെന്നാ ഇവൻ്റെ കിട്ടുകാര്യം? ശിവ, നിന്റെ കൂടെ മിയ വന്നായിരുന്നേ, അവളിവിടെ? അവളെ ഞാൻ പിന്നെ പോയി കൂട്ടിക്കോളാം. ഇവക്കെന്താ എല്ലു അറിയണോ? ജീവ, ഇവളെന്താ ഇവിടെ? അതൊക്കെ ഞാൻ പറഞ്ഞു തരാം. നീ ആദ്യം ഇങ്ങോട്ട് കയറ്. നീ അത് പറയാതെ ഞാൻ ഇങ്ങോട്ട് കയറാൻ പോകുന്നില്ല. നിനക്ക് എന്താ അറിയണ്ടേ? ഇവളാരാന്നല്ലേ? ഇതാണ് എൻ്റെ അമ്മ. വാട്ട്? നീ നിൻ്റെ അമ്മയാണോ നീ എന്നൊക്കെ വിളിക്കുന്നേ? എൻ്റെ അമ്മയ്ക്ക് അമ്മ എന്ന് വിളിക്കുന്നതിനേക്കാൾ ഇഷ്ടം നീ എന്ന് വിളിക്കുന്നതാണ്. അതല്ലാതെ നീ കരുതുന്നത് പോലെ ഇവളെൻ്റെ ഗേൾ ഫ്രണ്ട് അല്ല. ഞാനത് നിന്നോട് പറഞ്ഞു, ഞാൻ അങ്ങനെ കരുതിയെന്ന്. അത് നീ പറയണം എന്നില്ല. നീ പറയാതെ തന്നെ മനസ്സിലാവുന്നുണ്ട്. വിക്കി, ഇതാണോ നിൻ്റെ അസൈൻമെൻറ്റ്? അത് പിന്നെ ഏട്ടാ, ഇങ്ങോട്ട് വരാൻ വേണ്ടി ഇതിനേക്കാൾ വലിയ അടവ് ചെയ്ത ആളാണ് ഞാൻ. എന്നിട്ട് എന്നെയാണോ നീ പറ്റിക്കാൻ നോക്കുന്നത്? അതെ, നീ ഇപ്പോൾ ഫ്രീ ആണോ? ഞാൻ ഫ്രീയാ. അതെ, നിനക്ക് എന്നെ ഓർമ്മയില്ലെന്നറിയാം. അതുകൊണ്ട് എന്ത് പറഞ്ഞ് തുടങ്ങണം എന്ന് എനിക്കറിയില്ല. നിന്റെ പേര് ഇസ്രയല്ലേ? നീ എന്തിനാ കരയുന്നേ? നിനക്കെൻ്റെ പേരറിയൂ? അതെന്റെ ഡയറിയിൽ നിന്ന് കണ്ട പേരാ. ബട്ട് ഞാൻ പിന്നെ സെർച്ച് ചെയ്തു, അപ്പൊ നിന്റെ ഫോട്ടോയാ വന്നേ. അപ്പൊ നീയാണ് ഇസ്രാന്ന് എനിക്ക് ഉറപ്പാ. എനിക്ക് കുറച്ച് മുന്നേ ഒരു ആക്സിഡന്റ് പറ്റിയായിരുന്നു. അതിന് ശേഷം എനിക്ക് കുറെ കാര്യങ്ങൾ ഓർമ്മയില്ല. അപ്പം ഞാൻ ഈ ഡയറിയൊക്കെ വായിച്ചാണ് ഞാൻ പിന്നെയും കുറേ പേര് ഓർത്തെടുക്കുന്നത്. ഐ തിങ്ക് നിന്നെ കാണുമ്പോൾ ഇവിടെ കണ്ട പോലെ എനിക്ക് തോന്നുന്നുണ്ട്, ബട്ട് എനിക്ക് ഓർമ്മയില്ല. പിന്നെ ഞാൻ ആ ഡയറിയിൽ എഴുതി വെച്ച നെയിം വെച്ചിട്ടാണ് ഞാൻ നിന്നെ കണ്ടുപിടിച്ചത്. നിനക്ക് എൻ്റെ പേര് ഓർമ്മയുണ്ടല്ലോ, അത് മതി. പിന്നെ ഈ കഴിഞ്ഞ കാര്യമായിട്ട് ആലോചിച്ച് സ്ട്രെയിൻ ചെയ്യണമെന്നൊന്നുമില്ല കേട്ടോ. അത് വിട്ടേക്ക്. ഇതൊക്കെ മറന്നിട്ട് പുതിയൊരു ലൈഫ് തുടങ്ങാലോ. ചില കാര്യങ്ങളൊക്കെ മറന്നാൽ നല്ലതായിരിക്കും, ബട്ട് എന്തോ ഒരു കാര്യം മിസ്സിംഗ് ആണ്. അതെന്താന്ന് എനിക്ക് ഓർത്തെടുക്കാൻ പറ്റുന്നില്ല. നീ നിന്റെ ഡയറിയിൽ എന്നെക്കുറിച്ച് എന്താ എഴുതിയേ? ഡയറിയിൽ എഴുതിയ സീക്രട്ടാ, അത് പറയാൻ പറ്റില്ല. അല്ല, നീ എന്നോട് എന്തോ പറയാൻ വന്നില്ലേ? അതെന്താ? ഞാൻ ചോദിക്കാൻ പോകുന്ന കാര്യം നീ സീരിയസ് ആയിട്ട് എടുത്തിട്ട് നീ ആലോചിച്ചിട്ടൊരു തീരുമാനം പറഞ്ഞാൽ മതി. ശരി, പറ. നിനക്ക് എൻ്റെ ലൈഫ് ജേണിയിലെ ഒരു പാർട്ടാകാൻ പറ്റുമോ? യു ബി മൈ ബോയ് ഫ്രണ്ട്? മതി. ഞാൻ നിന്നെ ഒരിക്കലും ഫോഴ്സ് ചെയ്യില്ല. നീ നിൻ്റെ തീരുമാനം പറഞ്ഞാൽ മതി. പാസ്റ്റിൽ നീ എനിക്ക് ആരായിരുന്നു, ഞാൻ നിനക്ക് ആരായിരുന്നു എന്നുള്ള കാര്യമൊക്കെ നിനക്ക് മാത്രമേ അറിയുള്ളൂ. എന്നെ ആ ഒരു ചാപ്റ്റർ അവിടെ കഴിഞ്ഞു. ബട്ട് എനിക്ക് ഒന്നുകൂടെ നിന്നെ അറിയാൻ, നിൻ്റെ ജീവിതത്തിൻ്റെ ഒരു പാർട്ടാവാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അല്ല, മോന്റെ ഉദ്ദേശം എന്താ? നീ എന്താ അവരെ കാണുമ്പോ എന്നോട് ഭയങ്കര കൊഞ്ചു വർത്തമാനമായി നിൽക്കുന്നേ? രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാൻ കാണാതിരിക്കാൻ പറ്റൂല എന്നുള്ളത്. അവൻ എത്ര കാലം വാശി പിടിച്ചിരിക്കും നോക്കാലോ. അഭിക്കിപ്പോ എന്നെ കാണുന്നതേ ദേഷ്യ. അവനക്ക് അറിയില്ലല്ലോ ഞാൻ നിന്റെ അമ്മയാന്നുള്ള കാര്യം. വാശി ഇവിടെ വരെ പോകും നോക്കാലോ. ജീവ, ഒന്ന് നിർത്തുന്നുണ്ടോ? എനിക്ക് നന്നായി അറിയാം എന്നെ ജലസടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നീ ഇതൊക്കെ കാട്ടിക്കൂട്ടുന്നതെന്ന്. എനിക്കതിന് എന്നെ ഇഷ്ടമില്ലല്ലോ. പിന്നെന്താ പ്രശ്നം? എനിക്ക് നന്നായി അറിയാം എന്നോടുള്ള വാശിക്ക് വേണ്ടിയിട്ടാണ് നീ ഇതൊക്കെ ചെയ്ത് കൂട്ടുന്നതെന്നുള്ളത്. ദയവ് ചെയ്ത് നീ ഇതൊന്ന് നിർത്തുന്നുണ്ടോ? നിർത്തിയില്ലേ നീ എന്ത് ചെയ്യും? മതി മതി, പോയി കുളിക്കാൻ നോക്ക്. എന്നാ വാ. ഇവിടെ ഇപ്പം അമ്മയൊക്കെ ഉണ്ട്, നീ ഒന്ന് പോകാൻ നോക്ക്. അവർ കണ്ടല്ലോ എന്താ പ്രശ്നം? ഞാൻ എൻ്റെ വൈഫിനോടല്ലേ ചോദിക്കുന്നത്. അമ്മയൊക്കെ ഇപ്പം പോവും, നീ വരുന്നുണ്ടോ? ഇവനെ കൊണ്ട് നീ പൊക്കോ, ഞാൻ വരാം. ഏട്ടൻ ഇവിടെ പോയി? ജിമ്മിനോട് ചോദിച്ചു നോക്കാം. ജിമ്മി, ജിമ്മി. വേണ്ട വേണ്ട വേണ്ട, ഏട്ടന്മാർ കാണും കേട്ടോ. നീ അടങ്ങിയിരിക്കും ജിമ്മി.